എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ഹവാക്കർ ശ്രീകണ്ഠൻ നായർ ഷോ പവേർഡ് ബൈ കൈരളി TMD. ഏറ്റവും കടുത്ത ഒരു പ്രശ്നത്തിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. 115 കൊല്ലക്കാലത്തെ ഏറ്റവും ചെറിയ മഴയാണ് ഇനി കേരളത്തിൽ ലഭിക്കാൻ പോകുന്നത്. കേരളത്തിലെ കുളങ്ങളും ജലാശയങ്ങളും ഒക്കെ വറ്റി വരണ്ട് തുടങ്ങി. കടുത്ത വേനൽ. ഒരുപക്ഷേ നിങ്ങൾ അടുത്ത 2-3 മാസങ്ങൾക്കുള്ളിൽ അനുഭവിക്കാൻ പോകുന്നത് ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ചൂടായിരിക്കും. പേടിപ്പിക്കാൻ പറയുന്നതല്ല, കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. വേനലും കുടിവെള്ളക്ഷാമവും ഒക്കെ രൂക്ഷമാകുന്നൊരു ചുറ്റുപാട് നമ്മൾ ചർച്ച ചെയ്യുന്നു. അതിനെക്കുറിച്ച് തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഇവരാണ്: ഓൾ കേരള റിവർ പ്രൊട്ടക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ എസ് സീതാരാമൻ, പ്രകൃതി കൃഷി പ്രചാരകൻ KM ഹിലാൽ, പരിസ്ഥിതി പ്രവർത്തകൻ ജോൺ പെരുവന്താനം, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ച KM റജീന, വൈപ്പിൻ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ J മാമ്പിള്ളി, പാലക്കാട് ജില്ലയിലെ നെൽ കർഷകൻ R സതീഷ്, ജൈവ കർഷകനും പാലക്കാട് ജില്ലയിലെ പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ TR സന്തോഷ് കുമാർ, ഗ്രീൻ വാലി മിനറൽ വാട്ടർ ഡീലർ ജോജി ജോസഫ്, ഷൈൻ ബിൽഡേഴ്സ് കൺസൾട്ടൻസി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷൈൻ സി ചിന്നൻ, മഴവെള്ള ശുദ്ധീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായ അജി തെന്മല, പൊതുപ്രവർത്തകനും സ്റ്റാർ കോംപ്ലക്സ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയുമായ PV അബ്ദുൽ ഗഫൂർ, KCVC മദ്യവിരുദ്ധ സമിതി എറണാകുളം അതിരൂപത വൈസ് പ്രസിഡന്റ് ഷൈബി പാപ്പച്ചൻ, സാമൂഹ്യ പ്രവർത്തകൻ N ശശിധരൻ, എഴുത്തുകാരനും എറണാകുളം റെസിഡൻസ് അസോസിയേഷൻ അപെക്സ് കൗൺസിൽ തൃപ്പൂണിത്തുറ മേഖലാ പ്രസിഡന്റുമായ KA ഉണ്ണിത്താൻ. മലയാളിക്ക് വലിയൊരു ഭാഗ്യം വരാൻ പോകുന്നു. ഈ അടുത്ത കാലത്തെങ്ങും കേട്ടുകഴിവില്ലാത്ത വലിയൊരു വരൾച്ച നമ്മൾ നേരിടാൻ പോവുകയാണ്. താങ്കൾ അതിനെക്കുറിച്ച് ബോധവാനാണെന്ന് എനിക്കറിയാം. എങ്ങനെയാണ് താങ്കൾ ഈ വരൾച്ചയെ നോക്കി കാണാൻ പോകുന്നത്? ഇത് നാം വരുത്തിവെച്ച വിന എന്ന നിലയിലാണ് ഞാനിതിനെ കാണുന്നത്. ഒന്നാമത് കേരളത്തിന് വരൾച്ച വരേണ്ട ആവശ്യമില്ല. കാരണം ഭൂമധ്യരേഖയിൽ നിന്നും 10 ഡിഗ്രി മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശം എന്ന നിലയിൽ സദാസമയവും മഴ ലഭിക്കാനുള്ള സാധ്യതയുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റേത്. പശ്ചിമഘട്ടവും അറബിക്കടലും ഇത്രയും ചേർന്ന് കിടക്കുന്ന സ്ഥലമെന്ന നിലയിൽ ഇവിടെ 11,000 മില്ലിമീറ്റർ മഴ മുമ്പ് ലഭിച്ചിരുന്നു. അതാണ്ടൊരു 50 വർഷം മുമ്പ് വരെയും. അത് വന്ന് താഴത്തേക്ക് അളവ് കുറഞ്ഞ് 1800 മില്ലിമീറ്റർ വരെ എത്തി നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ കേരളത്തിൻ്റെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഏതാണ്ട് 8 ലക്ഷത്തോളം ഹെക്ടർ വനഭൂമിയാണ് നാം വെട്ടി നശിപ്പിച്ചത്. അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന നിലയിലാണ് ഈ മഴ കുറയുന്നത്. പിന്നെ പ്രധാനമായും നമുക്ക് 3 തരത്തിലുള്ള മഴയാണ് ലഭിക്കുന്നത്. ഒന്നാമത്തെ വിഭാഗത്തിൽ വരുന്ന മഴയെന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമിഡിറ്റിക് റെയിൻ എന്ന് വിളിക്കുന്ന മഴയാണ്. അതാണ് നമ്മുടെ കാലവർഷവും തുലാവർഷവും. രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്നത് സൈക്ലോണിക് റെയിൻ എന്ന് പറയുന്ന മഴയാണ്. അതാണ് ന്യൂനമർദ്ദം കൊണ്ട് ഉണ്ടാകുന്ന മഴ. മൂന്നാമത്തെ വിഭാഗത്തിൽ വരുന്ന മഴ എന്ന് പറയുന്നത് ഓറിയോഗ്രാഫിക് റെയിൻ എന്ന് പറയുന്ന മഴയാണ്. ഓറിയോഗ്രാഫി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാള അർത്ഥം പർവ്വത ശിഖരങ്ങൾ എന്നാണ്. അപ്പോൾ പർവ്വത ശിഖരങ്ങളും അവിടുത്തെ കാടും ഉള്ളതുകൊണ്ട് കിട്ടുന്ന മഴയാണ് ഓറിയോഗ്രാഫിക് റെയിൻ. ഇതിനെയാണ് നമ്മൾ മലയാളത്തിൽ വേനൽ മഴ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പർവ്വത ശിഖരങ്ങളും അവിടുത്തെ കാടും നശിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേനൽ മഴയുടെ അളവ് വളരെ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര രൂക്ഷമായിരിക്കും താങ്കളുടെ അഭിപ്രായത്തിൽ ഈ വരാൻ പോകുന്ന വേനൽ? അത്ര രൂക്ഷത നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാരണം ഈ ഭൂമധ്യരേഖയായിട്ടുള്ള കേരളത്തിൻ്റെ സാമീപ്യം 10 ഡിഗ്രി മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മളങ്ങനെ അപകടകരമായ വിധത്തിലേക്കുള്ള ആശങ്ക സൂക്ഷിക്കേണ്ടതില്ല. പക്ഷേ അതേസമയം കുടിവെള്ളം നാൾക്ക് നാൾ വാട്ടർ ടേബിൾ താഴ്ന്നു പോവുകയും കുടിവെള്ള ലഭ്യത ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് ജലസംരക്ഷണത്തെ സംബന്ധിച്ച് നമുക്ക് ഒരു ദീർഘകാല പ്ലാൻ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം രാജസ്ഥാനിൽ
ഇവിടുത്തെ 10 മഴയേ ഉള്ളൂ. ആ. അവർ ഇതിനേക്കാൾ സൂക്ഷ്മമായി ജലം ഉപയോഗിക്കുന്നു. അവർക്ക് ജലത്തിന് ബുദ്ധിമുട്ടില്ല, ക്ഷാമമില്ലെന്നാണ് താങ്കൾ പറഞ്ഞത്. ക്ഷാമമില്ല. അപ്പോൾ കേരളത്തിൽ മഴ അധികം കിട്ടിയിട്ടും നമുക്ക് ജലക്ഷാമമാണ്. അത് നമ്മുടെ തന്നെ പ്രവൃത്തി ദോഷം കൊണ്ടാണ്. ഓക്കെ, താങ്കൾക്ക് എന്താ തോന്നുന്നത്? കാര്യം നല്ലൊരു കടുത്ത കുടിവെള്ളക്ഷാമം നമ്മൾ നേരിടാൻ സാധ്യതയുണ്ട്. ആൾക്കാർ പറയുന്നു ഒരുപക്ഷെ 115 കൊല്ലക്കാലത്തിനിടയിൽ ഇത്രയും വലിയ വേനൽ നമുക്കുണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നു. അതൊക്കെ ജോൺ പറഞ്ഞതുപോലെ ചിലപ്പം അത്രയും രൂക്ഷമായിരിക്കില്ല, എന്നിരുന്നാൽ പോലും അപകടത്തിന് സാധ്യത അതിരൂക്ഷമാണ്. കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി അതിക്രമിച്ചിട്ടുള്ള വരൾച്ചയാണ് കേരളത്തിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വരൾച്ച ഉണ്ടായിരുന്നു എന്ന് കരുതാലും ഇതുപോലെ ക്രൂരമായിരുന്നില്ല വരൾച്ച. ഇത്തവണത്തെ വരൾച്ച എന്ന് പറയുമ്പോൾ നമുക്ക് ഇടവപ്പാതി മഴ കിട്ടിയില്ല, അതുപോലെ തന്നെ തുലാവർഷ മഴ കിട്ടിയില്ല, വേനൽ മഴ കിട്ടിയിട്ടില്ല. ഇതെല്ലാം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഗോളതാപനത്തിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് വേണം നമ്മൾ കരുതാനായിട്ട്. അല്ല, നമ്മൾ വെട്ടിവെളിപ്പിച്ച വനത്തെക്കുറിച്ചും കാട് നശിച്ചതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പൊ അത് നമ്മൾ മനുഷ്യൻ നിർമ്മിച്ച അപകടങ്ങൾ ഇതിൽ എത്രയുണ്ട്? മനുഷ്യൻ നിർമ്മിച്ച അപകടങ്ങളാണല്ലോ ഈ കാട് വെട്ടി വെളിപ്പിച്ചതും, ഈ മലകളെല്ലാം ഇടിച്ചു നിരത്തിയതും, കുന്നുകളെല്ലാം ഇടിച്ചു നിരത്തുന്നതും, പാടങ്ങൾ മുഴുവൻ നികത്തിയെടുക്കുന്നതും കുഴിച്ചെടുക്കുന്നതും ഇതെല്ലാം മനുഷ്യനിർമ്മിതമായിട്ടുള്ളവയാണ്. തണ്ണീർത്തടങ്ങളാണ് ആക്ച്വലി ജലത്തെ ഇവിടെ പിടിച്ചു നിർത്തി നമുക്ക് ഭൂഗർഭ ജലസ്രോതസ്സിനെയും നമ്മുടെ കിണറുകളിലെയും നമ്മുടെ ഭൂമിയുടെ ആർദ്രതയെയും ഒക്കെ സൂക്ഷിക്കുന്നത് ഈ തണ്ണീർത്തടങ്ങളാണ്. നാം ഒരു ദയവുമില്ലാതെ ഈ തണ്ണീർത്തടങ്ങളെ വികസനത്തിൻ്റെ പേരിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഈ പ്രവണത തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കുടിവെള്ളം ഒരു അന്യാധീനപ്പെട്ട ഒരു പദാർത്ഥമായി തീരുമെന്നുള്ളൊരു സംശയമില്ല. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് തന്നെയാണ് ഇവിടുത്തെ കൃഷി മുഴുവൻ നശിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് മേഖലയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളമില്ലായ്മ മൂലം കൃഷിയെല്ലാം പാടെ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ കിണറുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, നദികൾ, ഇടത്തോടുകൾ, ഇങ്ങനെയുള്ള ഏതെടുത്തു നോക്കിയാൽ ഇപ്പോൾ ഈ വരൾച്ച കാരണം തീരെ വെള്ളമില്ലാതായി തീരുകയാണ്. അത് ഈ ഫെബ്രുവരി മാസത്തിൽ ഇങ്ങനെ ആകുമ്പോൾ അടുത്ത മാസമാകുമ്പോഴേക്കും അതിൻ്റെ തീവ്രത ഇനിയും വളരെ വർദ്ധിക്കും. കാരണം ഇപ്പോൾ തന്നെ ചൂട് പലയിടങ്ങളിലും 37-38 ഡിഗ്രി അന്തരീക്ഷ ഊഷ്മാവ് വന്നു കഴിഞ്ഞു. ചിലപ്പോൾ വെള്ളത്തിനകത്ത് സിങ്കിങ് ഓഫ് ദ കെറ്റിൽ എന്ന് പറഞ്ഞ് കൊതി വന്നു തുടങ്ങും പാലക്കാട് മേഖലകളിൽ. അത്തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ഇപ്പൊ തന്നെ ചുട്ടുപൊള്ളി തുടങ്ങിയില്ലേ? ഇപ്പൊ തന്നെ ചുട്ടുപൊള്ളി തുടങ്ങി കഴിഞ്ഞു പാലക്കാട്. അല്ലാത്ത സ്ഥലങ്ങളിലും നല്ല ചൂട് തന്നെയാണ് അനുഭവിക്കുന്നത്. ഇതെല്ലാം നാം വരുത്തി വെച്ച ഒരു നാമ്പ് ഇവിടെ വളരാൻ ആരും സമ്മതിക്കുന്നുമില്ല. ഒരു മരം ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വെട്ടിക്കളയാൻ ധാരാളം ആളുകളാണ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ വ്യത്യാസമാണോ അല്ല നമ്മുടെ വികസനത്തിൻ്റെ ആവശ്യമാണോ? ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ മുഴുവൻ മരങ്ങളും വെട്ടിക്കളയുന്നു. ഞാൻ വരുന്നു. ഈ നമുക്കൊരു അതായത് ജോൺ പറഞ്ഞൊരു പ്രശ്നമുണ്ടല്ലോ, അതായത് രാജസ്ഥാനിൽ പോലെ മരുഭൂമിയുള്ള ഒരു സ്ഥലത്ത് ഇതിലും നല്ല രീതിയിൽ ജലസ്രോതസ് ചൂഷണം ചെയ്ത് എങ്ങനെ നന്നായി ജലവിതരണം നടത്താം, കുടിവെള്ളം എത്തിക്കാം എന്നൊരു ഓർഗനൈസ്ഡ് പ്ലാനിങ് അവിടെയുണ്ട്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇഷ്ടം പോലെ ഈ ലഭ്യത ഉണ്ടായത് കൊണ്ടാണോ എന്നറിയില്ല, അങ്ങനൊരു പ്ലാനിങ് പലപ്പോഴും ഈ ഗവൺമെൻറ് ഏജൻസികൾ കൊണ്ട് നാട്ടുകാർക്കും അങ്ങനെ ഒരു ഫീലിംഗ് വളരെ കുറവാണ്. ഇപ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ ഏതാണ്ട് നമ്മൾ വനമൊക്കെ വെട്ടി വെളുപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ വന്നു തുടങ്ങിയത്. അതേക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനത്തെ എടുത്തു നോക്കേണ്ടിയിരിക്കും, തമിഴ്നാടിനെ. അവർ ക്ഷാമം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തടാകങ്ങൾ മുക്കിന് തടാകങ്ങൾ ഉണ്ടാക്കുകയും ആ സ്രോതസ്സിനെ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലയളവിലൂടെ കടന്നു പോവുകയാണ്. തൊട്ടടുത്തുള്ള ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് എല്ലാ സ്രോതസ്സുകളും നമുക്ക് അനുകൂലമായിരുന്നിട്ട് പോലും അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ നമ്മുടെ നേതാക്കളോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കുവാനുള്ള ഒരു പ്രവണത ജനങ്ങൾക്ക് പോലും ഇല്ലാത്ത ഒരു രീതിയിലേക്ക് അധപ്പതിക്കുക എന്നുള്ളതാണ്. ആ അധപ്പതനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പ്രകൃതി പോലും നമ്മളോട് വിരുദ്ധമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കിട്ടുന്ന മഴ പോലും കിട്ടാതെ ശാസ്താംകോട്ട കായലിലെ തടാകം വരെ വറ്റി വരണ്ടിരിക്കുന്നു. വയനാട്ടിൽ രാവിലെ എഴുന്നേറ്റാൽ നല്ല തണുപ്പായിരുന്നു, ഇന്നത് ഭീകരമായ ചൂടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു.
എടുത്തു പറയുന്ന പാലക്കാടെന്ന് പറയുന്ന അതേക്കാളിലും ചൂട് കൂടുതൽ ഇന്ന് വയനാട്ടിൽ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അല്ലെങ്കിൽ കൂടി ഭാഗികമായ ഉത്തരവാദിത്വം നമ്മുടെ ജനങ്ങളിൽ തന്നെ നിക്ഷിപ്തമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ആ വറ്റ് വളർച്ച ഉണ്ടാകുമ്പോഴും സ്ത്രീകളാണ് അതിൽ കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എന്നുകൂടി നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. രാവിലെ എണീറ്റ് ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി അവർ നെട്ടോട്ടമോടുമ്പോൾ ജോലിക്ക് പോകുന്ന ഉദ്യോഗസ്ഥരായ ഭർത്താക്കന്മാർ കൈയും കഴുകി മേശപ്പുറത്ത് വന്നിരിക്കുമ്പോൾ സമയത്തിന് കിട്ടാതിരിക്കുന്ന ഭക്ഷണത്തെ ചൊല്ലി പരാതി പറയുമ്പോൾ അവരുടെ മുഖം എത്രത്തോളം വികൃതമാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒളപ്പമണ്ണ് പറഞ്ഞു സ്ത്രീകൾ ചന്ദനമരമാണെന്ന്. അതിന് മണവുമുണ്ട്, ഗുണവുമുണ്ട്. ആ മണവും ഗുണവും ഒന്നിച്ചു ചേർന്നെങ്കിൽ മാത്രമേ ഒരു കുടുംബം സുഭിക്ഷമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതിൽ പ്രധാന ഘടകം ഈ കുടിവെള്ളം തന്നെയാണ്. അതിൽ സാറിന് സംശയമുണ്ടോ? എനിക്ക് സംശയമില്ല. കുടിവെള്ളക്ഷാമം നമ്മുടെ നാട്ടിലെന്നല്ല ഇന്ത്യയിൽ ഭാവിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കാൻ സാധ്യതയുള്ള രണ്ട് സാധനമാണ്. ഒന്ന് കുപ്പിവെള്ളം, രണ്ടാമത് ഓക്സിജൻ, വായു. ഇത് വായുവൊക്കെ കുപ്പിക്കകത്ത് കയറ്റി തുടങ്ങി. മിക്കവാറും അത് കേരളത്തിലേക്കും വന്നു. കാരണം കേരളത്തിൽ ഇത്രയും 44 നദികളുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയധികം കുപ്പിവെള്ളം വേറെ ഒരു സംസ്ഥാനത്ത് ചിലവാക്കി കളയാൻ പറ്റുമെന്ന് സംശയമാണ്. കാര്യം ആദ്യം കുപ്പിവെള്ളമായിട്ട് കേരളത്തിലെ ആൾക്കാർ ഇറങ്ങുമ്പോൾ പൊതുവെ ആളുകൾക്ക് സംശയമായിരുന്നു ഇതൊക്കെ കേരളത്തിൽ ചിലവാകുമെന്ന്. അപ്പോൾ കേരളത്തിലെ കുപ്പിവെള്ള കൃഷി ഇപ്പം നന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 10,000 കോടി രൂപയുടെ അതെ കുപ്പിവെള്ളം. കാര്യം ആൾക്കാർ വരെയും കുപ്പിവെള്ളമല്ലേന്ന്. കാരണം ആൾക്കാർക്ക് ഈ ചെറിയ പൈസ, അതായത് വിദേശത്തു നിന്നൊക്കെ പണം വരുന്നൊരു സംസ്ഥാനം ആയതുകൊണ്ട് ഈ ചെറിയ പൈസയാണ് എന്ന് കരുതി ആൾക്കാർ ചിലവാക്കി കളയുകയാണ്. പക്ഷേ ഇത് എത്രയോ കോടികൾ കടന്നിരിക്കും. ഇനിയിപ്പോൾ എനിക്ക് ഒരു വർഷം കൂടെ കഴിയുമ്പോൾ കഥ ഇതിലും വളരെ മോശമായി തീരാൻ സാധ്യതയുണ്ട്. രാവിലെ മണിമലയാറിന്റെ സമീപത്ത് ഈ കുടിവെള്ളം എന്ന് പറയുന്നത് വലിയൊരു മൾട്ടിനാഷണൽ ബിസിനസ്സായിട്ട് മാറിയിരിക്കുകയാണ്. അല്ല, ഇതിനകത്ത് വെള്ളം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടോ എന്ന് സംശയം. വീട്ടിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോയാൽ ആൾക്കാർ ടാപ്പ് അടയ്ക്കും. നാട്ടിലാണെങ്കിൽ ടാപ്പ് തുറന്നു വിട്ടേച്ച് വീട്ടിൽ പോകും. ഇല്ലില്ല, അതിൽ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു നേരം മൂത്രം ഒഴിച്ചാൽ ഒരു 100 മില്ലിയോ 200 മില്ലിയോ മൂത്രമുള്ളൂ. ആ മൂത്രം ഒഴിക്കുന്നതിന് വേണ്ടി 15 ലിറ്ററാണ് ആധുനികൻ ഒന്ന് ഫ്ലഷ് ചെയ്യുമ്പോൾ അങ്ങ് വഷളായി പോകുന്നത്. അപ്പോൾ ഒരാൾ ഒരു ദിവസം 6 നേരം മൂത്രം ഒഴിച്ചാൽ ഒരു 90 ലിറ്റർ 100 ലിറ്റർ വെള്ളം അയാൾ മലിനമാക്കുകയാണ്. ജോണിന്റെ പരിഹാരം എന്തോ അതിന്? ഇന്നത്തെ നിലയിൽ ആഡംബരത്തിന് വേണ്ടി ജലം ഉപയോഗിക്കുന്നത് അസംബന്ധമാണ്. അത് ജലധാരയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഫൗണ്ടൻ ഉപയോഗിക്കാനാണെങ്കിലും ഇത്തരം ഫ്ലഷ് ഉപയോഗിക്കാനാണെങ്കിലും വാട്ടർ കേളികൾ ഉണ്ടല്ലോ, വാട്ടർ തീം പാർക്ക് പോലുള്ള കേളികൾ, അത്തരം കേളികൾക്കാണെങ്കിലും ജലം ദുരുപയോഗിക്കുന്നത് ശിക്ഷാർഹമായിട്ടുള്ള കുറ്റകൃത്യമായി പരിഗണിക്കുന്നത്. എന്താ നടക്കുന്നത്? മൈക്ക് കൊടുക്കൂ. തെമ്മലയൊക്കെ വനനിബിഡമായൊരു പ്രദേശമായിരുന്നല്ലോ. ആമയ്ക്ക് മതി, അത് തട്ടണ്ട, അത് ഓക്കെ. ഞാൻ അജി തെന്മല. എൻ്റെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഡാമാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എന്ന് പറയും, കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. അതൊക്കെ നമ്മൾ പൂട്ടിക്കെട്ടിയതല്ലേ? എല്ലാം ഇല്ല, ഇന്നിപ്പോഴേ കാര്യം പൂട്ടിക്കെട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് 2 കനാൽ അവിടെ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്, ഇടതുകര വലതുകര കനാല്. അപ്പൊ ഇന്നലെ വരെ അവിടെ ഞങ്ങള് താങ്കൾക്ക് അറിയേണ്ട ഒരു കാര്യം, ഞാനൊരു സ്റ്റേറ്റ്മെന്റ് അടിച്ചതിന് അങ്ങനെ വായുവിലേക്ക് പോരുതല്ലോ. അതായത് കല്ലട ഇറിഗേഷൻ നല്ലൊരു ജലസേചന പദ്ധതിയായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ കൊള്ള നടന്ന പദ്ധതിയും അത് തന്നെയായിരുന്നു കേരളത്തിൽ. തിരുവനന്തപുരത്തിന് കൂടുതൽ കഥ അറിയാം. ഒരു മാഡം ഇവിടെ ഇരിപ്പുണ്ട്, അത് മാഡത്തിനൊക്കെ അറിയാം. മാഡം ഒന്നും അതിനകത്ത് പെട്ടില്ല, പക്ഷേ പെട്ടവർ ഒത്തിരി ആൾക്കാരുണ്ട്. ഒരുപാട് തഹസീൽദാരന്മാരുടെ ജീവിതം. കൊള്ളയാണേലും എന്ത് നടന്നെന്ന് പറഞ്ഞാലും ഇന്ന് തെന്മല തൊട്ട് എന്റെ മാഷെ നമ്മുടെ വീട്ടിന്റെ കരയിൽ ഇത് വന്ന് കയറി, വെള്ളം വരുന്നില്ലെന്നുള്ളേ ഉള്ളൂ. തെന്മല തൊട്ട് കാർത്തികപ്പള്ളി എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ കാർത്തികപ്പള്ളി വരെയും, അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഇപ്പം മാഡം പറഞ്ഞ പിന്നെ അഞ്ചല്, വായൂര്, ആ ഭാഗങ്ങളിലോട്ട് ഇടതുകരയും ഇവിടുന്ന് വലതുകരയും വരുന്ന ആ ഒരു പ്രദേശമാണ് ഞാൻ വരുന്നത്. എൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ജലത്തിൻ്റെ ആ ഒരു ലഭ്യത, മഴവെള്ളം നമ്മൾ എങ്ങനെ സംഭരിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചിന്ത. ആ സമയത്താണ് എനിക്ക് ഈ മനോരമ പത്രം, അത് പറയുന്ന വിഷയമൊന്നും, മനോരമ പത്രത്തിലെ പലതുള്ളി പിന്നെ എന്നുള്ളൊരു പ്രോജക്റ്റ് അവർ ഫെഡറൽ ബാങ്കിനോട് കൂടി അവരും മനോരമയും കൂടി ചെയ്തതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അഞ്ചല് ബ്ലോക്കിൽ പോയി ഇത് കണ്ട് ഞാൻ ചെയ്ത ഒരു പ്രോജക്റ്റാണ്. പക്ഷേ എനിക്ക് 100% എനിക്കത് വിജയമാണ്. ഞാൻ മാത്രമല്ല, ഞാൻ ചെയ്തത് എൻ്റെ ആ ഒരു പരസ്യം കണ്ട്, എൻ്റെ ആ ഒരു പരസ്യം എന്നല്ല, എൻ്റെ ആ ഒരു ഇത് അവരെന്നെ പ്രൊമോട്ട് ചെയ്തു. അതിൻ്റെ ഇത് കണ്ടുകൊണ്ട് എൻ്റെ ആ ഡിസ്ട്രിക്റ്റിലുള്ളവരും അടുത്ത ഡിസ്ട്രിക്റ്റിലുള്ളവരും എൻ്റെ ആ ഒരു അഡ്വൈസ് തേടിക്കുന്നുണ്ട്.
ഇപ്പോഴും ഞാൻ ഇന്നും എൻ്റെ പരിസരത്തുള്ള കിണറുകൾ വറ്റിയിട്ടും ഇന്ന് ഞാൻ മോട്ടർ അടിച്ച് എൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്ന ഒരാളാണ് ഞാൻ. ഈ തെമ്മല പരിസരങ്ങളിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നു. അതിരൂക്ഷമായ രീതിയിൽ ഇപ്പം കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഇപ്പം പഞ്ചായത്തുമായിട്ട്, ഞാനിപ്പോൾ ഒരു പൊതുപ്രവർത്തനം കൂടെയാണ്, പഞ്ചായത്തുമായിട്ട് കാലാവസ്ഥ വളരെ മോശമാണ്. ഈ സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ പിന്നെ ബലവന്താനമൊക്കെ പറയുന്ന പോലെ വളരെ തണുപ്പ്, ഈ സമയത്ത് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ള ഒരു സ്ഥലമായിരുന്നു ഞങ്ങളുടെ. മഞ്ഞ്, ഞങ്ങൾ നടക്കാൻ പോകുന്ന സമയത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് മഞ്ഞ് പിന്നെ കൊണ്ട് ഞങ്ങൾ ആ ഒരു സംഭവം ചിലപ്പോൾ നിർത്തേണ്ട സമയം വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ ചൂടാണ്, രാത്രിയിൽ ഒരു 10 മണി വരെ ചൂടാണ്. അതാണ് അവിടുത്തെ സ്ഥിതി. അവിടെ നാട്ടുകാരും ചൂടാ, കാലാവസ്ഥയും ചൂടാ. നാട്ടുകാർ ചൂടൊന്നുമല്ല, നാട്ടുകാരൊന്നും അത്ര ചൂടൊന്നുമല്ല. പക്ഷെ നാട്ടുകാർ ചൂടാവുന്ന ഒരു സ്ഥിതി വരും. ഇപ്പൊ ഇത് കുടിവെള്ളത്തിന്റെ ഒരു ലഭ്യത കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നാട്ടുകാർ ചൂടും. ഞാൻ വരുന്നു. താങ്കൾക്കൊരു ഈ നമുക്ക് ഈ വരാൻ പോകുന്ന, അതായത് നമുക്കിപ്പോൾ ആൾക്കാരെ പേടിപ്പെടുത്തുകയല്ല നമ്മുടെ ലക്ഷ്യം. അതായത് ഇനിയെങ്കിലും മലയാളി ചെന്നുപെട്ടിരിക്കുന്ന അവൻ്റെ അപകടത്തെക്കുറിച്ച് അവൻ തിരിച്ചറിയുക. അല്ലെങ്കിൽ നാളെ അവൻ ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും, വേറെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലെന്ന ഒരു മാനസികാവസ്ഥയിലാണ് മലയാളി നിൽക്കുന്നത് പൊതുവെ. പറയും. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ, ഞാൻ വെള്ളത്താൽ ചുറ്റപ്പെട്ട വൈപ്പിൻ കര എന്നുള്ള സ്ഥലത്ത് വെള്ളമേ ഉള്ളൂ, അവിടെ വെള്ളമേ ഉള്ളൂ. പക്ഷെ അപ്പം നിങ്ങൾ ഓർക്കും, എന്താ കുടിവെള്ളത്തിന് ഇത്ര ക്ഷാമം? 4 വശവും കടല്, കായൽ, പടിഞ്ഞാറ് അറബിക്കടല്, കിഴക്ക് കായൽ, ഇതിനോട് ചുറ്റും നമുക്കറിയാം പാടങ്ങളും നെൽവയലുകളും എല്ലാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശുദ്ധജലക്ഷാമം അനുഭവിക്കുന്ന ഏറ്റവും അതിന് ദൃഷ്ടാന്തമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, ഈ സമയത്തൊക്കെ അവിടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ്. നമുക്കറിയാം അവിടെ 25 കിലോമീറ്റർ നീളം വൈപ്പിൻകരയുടെ ലെങ്ത്, 3.5 കിലോമീറ്റർ ഏറ്റവും വിട്ടുള്ള സ്ഥലം. ഞാറയ്ക്കൽ ഏതാണ്ട് ഏറ്റവും വിട്ടുള്ള സ്ഥലം. വൈപ്പിനിലേക്ക് വരുന്തോറും ടേപ്പറായിട്ട് വിട്ട് കുറയും. അപ്പോൾ ഏതാണ്ട് ആ വിട്ടുള്ള സ്ഥലത്ത് ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമേ ഭൂമി കുഴിച്ചാൽ ശുദ്ധജലം കിട്ടും. ഈ ശുദ്ധജലം കിട്ടുന്ന അവസ്ഥയോ, ഇത് തേടിക്കൊണ്ട്, ഇത് പൈപ്പിൻ്റെ ചോട്ടിലാണെങ്കിൽ പെണ്ണുങ്ങൾ, സ്ത്രീകൾ നിരന്തരം നിന്നുകൊണ്ട് ജോലിക്ക് പോലും പോകാൻ പറ്റാതെ കുടിവെള്ളത്തിന് വേണ്ടി. ഒരു 20 കൊല്ലം മുമ്പ് അവിടെ MLA ആയിരുന്ന MA കുട്ടപ്പൻ MLA ആയിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ളൊരു സമരം സിറ്റിയിലേക്ക്, കച്ചേരിപ്പടി, എറണാകുളം സെൻട്രൽ കച്ചേരിപ്പടിയിൽ MLA അടക്കം ഞങ്ങളെല്ലാവരും കുത്തിയിരുന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾക്ക് വാട്ടർ ടാങ്കർ ലോറിയിലെങ്കിലും വെള്ളം എത്തിച്ചു തന്നത്. അപ്പോൾ വളരെ അതിരൂക്ഷമായ, കാരണം അവിടുത്തെ ജനങ്ങൾ നേരത്തെ മാഡം പറഞ്ഞ പോലെ ജോലിക്ക് പോലും പോകാൻ പറ്റാതെ പൈപ്പിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന അവസ്ഥ. നമുക്കറിയാം, മൊത്തത്തിൽ ഭൂവിസ്തൃതിയുടെ 2/3 ഭാഗവും കടലാണ്. അതിൽ ഒരു ഭാഗം അതിൽ ഇതുപോലെ തന്നെ പാടങ്ങളും നെൽവയലുകളും എല്ലാമായിട്ട് നമുക്ക് ആകെ ലഭിക്കുന്ന ശുദ്ധജലം 3% മാത്രമേ ശുദ്ധജലം കിട്ടുന്നുള്ളൂ. ഇപ്പം കുടിക്കാൻ പറ്റുന്ന ശുദ്ധജലം, മറ്റ് പെരുമാറാൻ പറ്റുന്ന ശുദ്ധജലം ബോർവെല്ലിൽ കൂടി എടുക്കാം. പക്ഷെ കുടിക്കാൻ പറ്റുന്ന ശുദ്ധജലം ഇതിനെയൊക്കെ അപേക്ഷിച്ച് നമുക്ക് വൈപ്പിൻകരയെ സംബന്ധിച്ച് ഈ 3% പോലും ഇല്ല, അതിരൂക്ഷമാണ്. അപ്പോൾ വൈപ്പിൻകരയ്ക്ക് മാത്രമായി ചൊവ്വര പദ്ധതി, അതേപോലെ തന്നെ ഹഡ്കോ പദ്ധതി രൂപീകരിച്ചു. ഇപ്പോൾ ഒരു 4 വാട്ടർ ടാങ്ക് പണിയുന്നുണ്ട്. 6 കൊല്ലമായി വാട്ടർ ടാങ്കിൻ്റെ പണി തുടങ്ങിയിട്ട് ഇതുവരെയും വാട്ടർ ടാങ്ക് പണി തീർത്തിട്ടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം MLA ശർമ്മയായിരുന്നപ്പോൾ തുടങ്ങിയത്, ഇപ്രാവശ്യം MLA ശർമ്മ വീണ്ടും സ്ഥാനാർത്ഥിയായിരുന്ന MLA ആയിട്ടും അതിന്റെ പണികൾ അടുത്ത MLA വരുമ്പോഴും തീരുമെന്ന് സംശയമാണ്. കാരണം തീർന്നത് പോലും കമ്മീഷൻ ചെയ്തിട്ടില്ല. ആ നിലപാട് വളരെ അശാസ്ത്രീയമായിട്ടുള്ള കുടിവെള്ള വിതരണ പദ്ധതികളാണ് ഇവിടെ നടപ്പാക്കുന്നത്. ഇപ്പോൾ എടമലയാർ ഡാമിൽ നിന്ന് നേരിട്ടൊരു പൈപ്പ് കണക്ട് ചെയ്താൽ എറണാകുളം ജില്ലയിലെ മുഴുവൻ പേർക്കും വെള്ളം കൊടുക്കാം, റെക്കറിങ് എക്സ്പെൻസ് ഇല്ലാതെ. എന്ന് പറഞ്ഞാൽ മോട്ടോർ വേണ്ട, എടമലയാർ ഡാമിൽ നിന്ന് നേരിട്ട് ഹൈ ഫോഴ്സിൽ, ഗ്രാവിറ്റി ഫോഴ്സിൽ വെള്ളം ഒഴുകി കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തും എത്തും. അത്ര ഒരു വിപുലമായ പദ്ധതി, മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാൽ വൈപ്പിൻകരയ്ക്കുള്ള കുടിവെള്ളം പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വിശാലമായി ചിന്തിക്കാൻ, കാരണം എടമലയാറിലൊന്നും അത്രയ്ക്ക് വെള്ളമില്ല. അത് തമിഴ്നാട് കൊണ്ടുപോകുക നീരാറിലൂടെ. എടമലയാറിൽ വെള്ളമുണ്ട്, കേരളത്തിന് മുഴുവൻ കൊടുക്കാനുള്ള വെള്ളമുണ്ട്. പക്ഷേ രണ്ട് ഡാം ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ തന്നെ എടമലയാറിലേക്ക് കിട്ടുന്നില്ല. നമ്മുടെ ഭൂത്താൻകെട്ടിലെ PVI പ്രോജക്റ്റിലേക്ക് എടമലയാറിൽ നിന്നാണ് വെള്ളം കിട്ടേണ്ടത്. ഇപ്പൊ തന്നെ ആ വെള്ളം കിട്ടുന്നില്ല. അതുകൊണ്ട് ഭൂത്താൻകെട്ട
ആ PVI പ്രോജക്റ്റ് നിറയുന്നില്ല. അതുകൊണ്ട് എല്ലാ കനാലിലേക്കും വെള്ളം കൊടുക്കാൻ അപ്പൊ ഇദ്ദേഹം പറയുന്നത് പ്രായോഗികമല്ലെന്നാണ് അങ്ങ് പറയുന്നത്. അത് ഇടമലയാറില്ല, പക്ഷെ പ്രായോഗികമായിട്ട് പൈപ്പ് കരയിൽ ചെയ്യാവുന്നത് കാര്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അവിടെ തമിഴ്നാട് നമ്മുടെ വെള്ളം കടത്തിക്കൊണ്ട് പോവുകയാണ്. നീരാറിൽ നിന്ന് ഇടമലയാറിലേക്ക് വരേണ്ട വെള്ളം തമിഴ്നാട് അണകെട്ടി തിരിച്ചു കൊണ്ടുപോവാണ് പറമ്പുകുളത്തേക്ക്. പറമ്പുകുളം ആളിയാർ പദ്ധതിയുടെ കരാറ് അവസാനിച്ചിട്ട് 29 വർഷമായി. 30 വർഷത്തേക്ക് വെച്ച കരാറാണ്. ഇപ്പോൾ 59 വർഷമായി കരാറിന്റെ കാലാവധി. അപ്പം രണ്ടാമതൊരു കരാറും കൂടെ വെക്കാനുള്ള കാലമായിട്ടും ആ കരാറ് പുതുക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. അപ്പൊ കേരള ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളോട് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അങ്ങനെ ഒരു സമീപനം എടുക്കുന്നത്? എനിക്കൊന്ന് ഇറിഗേഷൻ വകുപ്പ് ജോലി ചെയ്ത് ഇദ്ദേഹത്തിന് അറിയാമായിരിക്കുമല്ലോ കുറച്ചുകൂടെ. അതെന്തായിരിക്കും അതിന്റെ പ്രശ്നം? അല്ല, അത് ഗവൺമെന്റ് എന്തുകൊണ്ട് തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളത് മാറി മാറി വരുന്ന സർക്കാരിന്റെ പിടിപ്പുകേടാണ്. പിന്നെ ഈ ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ ഇത് MBA മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രൊജക്ട് ഇതുപോലെ സാറ് പറഞ്ഞ പോലെ PVIP ഒക്കെ പോലെ അത് കനാല്, ടണല്, അതൊക്കെ സ്രോതസ്സുകൾ ഉണ്ടാക്കാനുള്ള വഴി കാട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ജലം നമ്മൾ നഷ്ടപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മറ്റ് സാമൂഹിക പ്രവർത്തകർ അല്ലെങ്കിൽ അതുമായി അനുബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥരാണ് അത് പ്രയോജനപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇങ്ങനെ ഒരു വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അന്തർ സംസ്ഥാന ജല റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്ന ഒരു ബോർഡുണ്ട്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലുള്ളതാണ്. 86 ഉദ്യോഗസ്ഥന്മാർ അതിനകത്തുണ്ട്. ഒലവക്കോട് അതിൻ്റെ ഒരു ഓഫീസുണ്ട്. എല്ലാവർക്കും ഫ്ലൈയിങ് സ്റ്റാറ്റസ് ഉള്ളവരാണ്. വിമാനത്തെ പറക്കാനുള്ള ഔദ്യോഗിക സംവിധാനം കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തി കൊടുത്തിരിക്കുന്നവരാണ്. അവർ ലക്ഷക്കണക്കിന് രൂപയാണ് ശമ്പളം മേടിക്കുന്നത്. ഒരു വർഷം 40 കോടി രൂപ അവരുടെ യാത്രാ ചെലവിന് വേണ്ടി മാത്രം അവർ എഴുതിയെടുക്കുന്ന ആ സ്ഥാപനം കേരളത്തിലെ കർഷകർക്ക് വേണ്ടി ഒരു തുള്ളി വെള്ളം, അർഹതപ്പെട്ട വെള്ളം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വെള്ളം കേരളത്തിൻ്റെ ടെറിട്ടറിക്കുള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രക്ചറിനകത്ത് നിറഞ്ഞു കിടക്കുന്ന കേരളത്തിൻ്റെ വെള്ളം തമിഴ്നാടിന് കടത്തിക്കൊണ്ടു പോകാൻ അവർ ഒത്താശ ചെയ്ത് കൊടുക്കുക. ഇത് കേരളത്തിലെ ജനങ്ങൾ അറിയുന്നില്ല. അതായത് വൈപ്പിൻകരയിലെ വെള്ളത്തിൽ ക്ഷാമത്തെ പറ്റിയാണ് പറയാനുള്ളത്. വൈപ്പിൻകരയിൽ ജലക്ഷാമം ചേരണമെങ്കിൽ പദ്ധതികൾ കൊണ്ടൊന്നും നടക്കില്ല. ജനങ്ങൾ ഉണരുക തന്നെ വേണം. എല്ലാ വീടുകളിലും വലിയ പ്രശ്നമായിരിക്കില്ലേ അവിടെ? ഇനിയിപ്പോ ഉണരാനൊന്നുമില്ല അവര്. അതായത് എല്ലാ വീടുകളിലും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കമ്പൽസറി ആയിട്ട് ചെയ്യണം. അവരുടെ പുറപ്പുറത്ത് വീഴുന്ന വെള്ളത്തെ നേരെ കിണറുകളിലേക്ക് ആക്കി മാറ്റണം. ഉപ്പുവെള്ളത്തെ തള്ളി തള്ളി കളഞ്ഞിട്ട് ആ കിണറുകളുടെ വെള്ളം ശുദ്ധജലമായിട്ട് മാറും. പ്രോജക്റ്റ് ചെയ്തു. ആ ഉപ്പുവെള്ളം പോകും. റെയിൻ വാട്ടർ നിറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിനെ തള്ളി തള്ളി കളയണം. താങ്കൾക്ക് അതിനെ കുറിച്ച് അറിയാമെന്ന് അല്ലേ? അല്ല, അത് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഇന്ന് വളരെ പ്രായോഗികമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഏറ്റവും പുറകിലാണ് നമ്മളിപ്പോൾ കേരളീയർ. കാരണം ഇത്രയധികം മഴ ഉള്ളത് കൊണ്ടായിരിക്കും. കാരണം ഈ മഴവെള്ള സംഭരണികളൊക്കെ വെച്ചിട്ട് അത് കേടുവന്നിട്ടും പൊട്ടിയിട്ടും ഒക്കെ പോയി നിരവധിയായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ വൈപ്പിനിലെ കുടിവെള്ളക്ഷാമത്തിന് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് വളരെ പ്രായോഗികമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇദ്ദേഹം പറഞ്ഞതും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. അവിടെ ഇതുവരെ അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടില്ല. ഈ വൈപ്പിനിൽ അത് നടത്തി നോക്കുക. ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കാരണം ഈ ഉപ്പുവെള്ളം നിറയുന്ന കിണറിലേക്ക് മഴവെള്ളം കൊണ്ട് നിറച്ചാൽ കുറേ കാലത്തേക്കെങ്കിലും അതിനകത്ത് ശുദ്ധജലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ആ മഴവെള്ളം ആ കിണറിൽ നിന്ന് സമീപത്തെ ഭൂമിയിലേക്ക് ഇറങ്ങും. അത് തിരിച്ച് ഈ കിണറിനകത്തേക്ക് തന്നെ വരും. അവസാനമാകുമ്പോൾ കുറച്ച് ഉപ്പുവെള്ളം കലരുന്ന സ്ഥിതി വരുമ്പോഴേക്കും അത് ആ കുടിവെള്ളം നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ മതി. പക്ഷെ അതുവരെയെങ്കിലും കിട്ടും. പക്ഷേ ഇവിടെ അത് മാത്രമായി നമ്മൾ മഴവെള്ള സംഭരണി മാത്രമായിട്ട് പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. നമ്മൾ ഇവിടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ വരുത്തി വെച്ച പ്രശ്നമാണിത്. ഈ കേരളത്തിൽ കാട് നശിപ്പിക്കപ്പെട്ടതുപോലെ ലോകത്തൊരിടത്തും കാട് നശിപ്പിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് ഈ ആധുനിക ലോകത്ത് ഇപ്പോഴും കുടിവെള്ളക്ഷാമം കൊണ്ടും ചൂടിൻ്റെ അസഹനീയത കൊണ്ടും പൊറുതിമുട്ടുന്ന പാലക്കാട് നിന്നും ഹൈവേ വഴി കയറ്റിപ്പോകുന്ന മരത്തിൻ്റെ കണക്കൊന്ന് എടുത്തു നോക്ക്. കേരളത്തിൽ 2 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്നാണ് ഞാൻ പറയുന്നത്.
ഈ അടിയന്തരാവസ്ഥ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഭീകര സംഭവമാണെന്ന് ആളുകൾ പറയും. എന്നാലും ഞാനത് പറയുന്നത് 2 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം. ഒന്ന്, ഈ വേനൽക്കാലം കഴിയുന്നത് വരെയെങ്കിലും മരം വെട്ടല് നിരോധിക്കണം. ഒരു മരവും വെട്ടാൻ പാടില്ല ഈ വേനൽക്കാലം കഴിയുന്നത് വരെയെങ്കിലും. രണ്ടാമത്, ജല അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം. തെറ്റായ കാര്യങ്ങൾക്ക് ജലം ഉപയോഗിക്കുന്നവര് പേരിൽ നടപടിയെടുത്ത് ജയിലിലടയ്ക്കണം. ഈ 2 കാര്യം നടപ്പാക്കിയില്ലെങ്കിൽ അടുത്ത മഴക്കാലമാകുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ട് കളയാമെന്ന് വിചാരിച്ചിരിക്കുന്നെങ്കിൽ അതിനും ചിലപ്പോൾ മാറ്റം ഉണ്ടാകാം. മഴ പെയ്തെങ്കിലേ ഉള്ളൂ. ഒരു സെക്കൻഡ്, ഇതെന്താ പറയാ? ഈ പറയുന്ന സംഭവത്തിൽ ഓൾറെഡി ബിൽഡിംഗ് റൂൾ ഉണ്ട്. കേരള ബിൽഡിംഗ് റൂൾ ഉണ്ട്, കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ, കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾ. ഇതിലെല്ലാം നിയമപരമായിട്ട് ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ മഴവെള്ള സംഭരണി നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയുണ്ട്. അതിൻ്റെ ഒരു പ്രധാന പോരായ്മ എന്ന് പറയുന്നത് ആളുകൾ ഇതിനെപ്പറ്റി എഡ്യൂക്കേറ്റഡ് അല്ല. അതായത് ഒരു മഴവെള്ള സംഭരണി ഉണ്ടാക്കിയാൽ ആ പൈസ പോയി എന്നുള്ള വിചാരമാണ് കേരളത്തിലുള്ള ഒരു രീതിയിൽ. പക്ഷേ അത് ആളുകൾക്ക് വേണ്ടത്ര രീതിയിൽ മാധ്യമങ്ങളും ഇതെല്ലാം കൂടിയിട്ട് ഇത് നമുക്ക് വേണ്ടി ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള ഒരു റോള് ഗവൺമെൻറ് ഉണ്ടാക്കിയതാണെന്ന് ധാരണയിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മഴവെള്ള സംഭരണി എവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടോ അവിടെ എല്ലാം അത് നിർബന്ധമാണ്. അതായത് മഴവെള്ള സംഭരണി ഇപ്പോഴത്തെ നിയമം വെച്ചിട്ട് തന്നെ. ഇവിടെ നമ്മൾ കേരളത്തിലെ ആവശ്യത്തിന് വെള്ളമുണ്ട്, ശുദ്ധജലമില്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ശുദ്ധജലം ഇന്ന് വളരെ ചെറിയ ചെലവിൽ ശുദ്ധജലം ഓരോ വീട്ടിലും കിട്ടും. അതിനുള്ള ടെക്നോളജി ഉണ്ട്. അതിപ്പോൾ വൈപ്പിലൊക്കെ തന്നെ എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. ഈ പുള്ളി പറഞ്ഞ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളൊരു പ്രദേശമാണ്. അവർക്ക് കൂട്ടായ്മയില്ല. കൂട്ടായ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരു RO പ്ലാന്റ് സ്ഥാപിക്കാനായിട്ട്, ഒരു 5000 ലിറ്റർ പെർ ഹവർ RO പ്ലാന്റ് സ്ഥാപിക്കാനായിട്ട് 2 ലക്ഷം രൂപക്കുള്ളിൽ ചിലവില്ല. അതേപോലെ തന്നെ ഓരോ വീട്ടിലും ഇന്നിപ്പോൾ ഒരു 15000 രൂപ നമ്മൾ മുടക്കുകയാണെങ്കിൽ ഓരോ വീട്ടിലും നമ്മൾക്ക് വേണമെങ്കിൽ ഈ പ്ലാന്റ് സ്ഥാപിക്കാം. അല്ല, എന്തുകൊണ്ടാണ് പിന്നെ ആൾക്കാരുടെ തലയിൽ അതാണ് ഈ പറഞ്ഞത്. എന്ന് ആളുകൾ വിലപിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളുടെ നല്ല നല്ല ജലസ്രോതസ്സിൽ നമ്മൾ ചിക്കൻ്റെ വേസ്റ്റും എല്ലാം കൊണ്ടുപോയിട്ട് അതെല്ലാം നശിപ്പിക്കും. പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ പുഴയിലെല്ലാം നീന്തി കളിച്ച് നടന്നിരുന്നത്. ഇന്നൊരു പുഴയിൽ ഇറങ്ങാൻ പറ്റില്ല. കാര്യം നമ്മളെ മേലൊക്കെ മറ്റേ തൊക്കുരോഗം പിടിക്കും. അപ്പോൾ ഈ എന്ന് വെച്ചാൽ പരിസരത്തുള്ള ഉപ്പുവെള്ളമാണെങ്കിൽ പോലും ഇന്ന് വളരെ ചെറിയ ചെലവിൽ അത് ശുദ്ധീകരിക്കാൻ പറ്റും. പക്ഷെ അതിനും ജനം തയ്യാറാവാതെ എന്ന് വിലപിക്കാനാണ് ജനങ്ങൾക്ക് താല്പര്യം. കേസാണ് ഇപ്പൊ ഈ പറഞ്ഞത്. പക്ഷെ 15000 രൂപ എന്ന് പറഞ്ഞാലും ഒരു എമൗണ്ട് വരുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഇപ്പൊ കുപ്പിവെള്ളം മേടിച്ച് ആൾക്കാർ അതിനേക്കാൾ നന്നായിട്ട് സർക്കാരും പറഞ്ഞില്ലേ കുപ്പിവെള്ളം ഇവിടെ ചെലവഴിക്കുന്നു. ആരോഗ്യ ചിന്ത മലയാളിക്ക് കൂടുതലായതുകൊണ്ടാണ് കുപ്പിവെള്ളം ആളുകൾ. ആരോഗ്യ ചിന്തയല്ല, ഉത്കണ്ഠ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ അസുഖം വരാൻ സാധ്യതയുള്ള ഒരു കാര്യം. ഇപ്പൊ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാം. ആരോഗ്യ ചിന്ത കൂടിയത് കൊണ്ടല്ല, ആരോഗ്യത്തെ കുറിച്ച് ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ പറയരുത്. അതായത് വരുമെന്ന് അറിയാത്തത് കൊണ്ടാ. അങ്ങനെയല്ല, ഒരു ഹോട്ടലിൽ കയറി നമ്മൾക്ക് ആഹാരം കഴിക്കാം. അവിടുന്ന് ഒരുപക്ഷെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മൾക്ക് ചിലപ്പോൾ അസുഖം വരും. അപ്പൊ അതിനുള്ള ആ ഒരു റിസ്ക് ആണ്. അല്ല, ആ റിസ്ക് ആണ് നമ്മൾ ഒഴിവാക്കുന്നത്. നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാരായതുകൊണ്ട് ഇപ്പം പെരുവന്താനം കാട്ടിനകത്ത് കയറി നടക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഒരു ഹോട്ടലിൽ കയറി എന്നും പറഞ്ഞ് അദ്ദേഹം മറ്റേ കുപ്പിവെള്ളം വേണമെന്നും പറയുന്നില്ല, അല്ലേ? ഏത് വെള്ളം കുടിക്കും. നമ്മളെ ഈ നമുക്ക് തമിഴ്നാട്ടിലെ ആളുകൾ അവർക്ക് അസുഖം വരുന്ന 90% അവരുടെ ശരീരത്തിന് ആവശ്യത്തിന് ജലം ഇല്ലാത്തതുകൊണ്ടാണ്. ആവശ്യത്തിന് ജലം അവരുടെ ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് അസുഖം വരുന്നത്. തമിഴ്നാട്ടിലേക്കാൾ കൂടുതൽ രോഗം കേരളത്തിലല്ലേ? കാര്യം പറയുന്നത് തമിഴ്നാട്ടിൽ ഇത്രയും രോഗികൾ ഇന്നിപ്പോ 2 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് മഴ പെയ്തു. തൊട്ടിപ്പുറത്ത് കിടക്കുന്ന 10 കിലോമീറ്റർ ഇപ്പുറത്ത് കിടക്കുന്ന ഞങ്ങൾക്ക് മഴയില്ല. പത്രത്തിൽ വെണ്ടക്കാട്ടിർത്തി വന്നു വേണ്ട കുറ്റാലത്ത് ജലപാതം പൊട്ടി ഒഴുകുന്നൊന്നും പറഞ്ഞ് നമ്മുടെ ജലപാ കൊണ്ടുവന്നത്. അങ്ങനെ പറയുന്നതിന്റെ കാര്യമില്ല. എല്ലാത്തിനും മാറ്റം വന്നു, കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നു. ഗൾഫില് മസ്കറ്റിലൊക്കെ മഞ്ഞ് വീഴുന്നില്ലേ? പിന്നെ അവിടെ ആലിപ്പഴം വീഴുന്നില്ലേ? അത് പറയുന്നതിന്റെ കാര്യമില്ല. കഴിയുന്നില്ല. നമ്മളെ പറഞ്ഞോളൂ. ഈ വെള്ളത്തിന് വേണ്ടിയുള്ള ഈ കടിപിടി കാണുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കുഞ്ഞുകാലമാണ്. നമ്മൾ ഈ കുട്ടിക്കാലത്ത് ഇപ്പം പറഞ്ഞല്ലോ വെള്ളം കുടിക്കുമ്പോൾ അസുഖം വരുന്നൊക്കെ. നമ്മുടെ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ സ്കൂളുകളിൽ പോകുമ്പോൾ വാട്ടർ ബോട്ടിൽ പോലും കൊണ്ടുപോകാറില്ല. ആ സ്കൂളുകളിലോ അല്ലെങ്കിൽ തൊടിയിലോ കാണുന്ന കിണറിൽ നിന്നും മുക്കിയെടുത്ത് അപ്പം തന്നെ ലൈവായിട്ട് കുടിക്കുകയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഈ അവസ്ഥ നമ്മൾ വരുത്തി വെച്ചത് ഈ സാറ് തുടങ്ങി വെച്ച പോലെ തന്നെ നമ്മൾ തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ ഈ തമിഴ്നാടിനോ മറ്റേ അല്ലെങ്കിൽ ആന്ധ്രക്കാരനോ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കിണർ, നമ്മുടെ വീടിനകത്തുള്ള കിണർ പോലും നമ്മൾക്ക് തിളപ്പിച്ചാറാതെ കുടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്.
അത് വരുത്തി വെച്ചത് തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ്. അത് ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഞാൻ നന്നായാൽ എൻ്റെ വീട് നന്നായി, എൻ്റെ വീട് നന്നായാൽ സമൂഹം നന്നായി, സമൂഹം നന്നായാൽ നാട് നന്നായി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞതല്ല, കേട്ട് പരിചയമുള്ളൊരു വാക്കാണ്. എങ്കിലും ഇത് നാം തന്നെ ഉണർന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ വെള്ളത്തിൻ്റെ കാര്യത്തിൽ പോലും ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു പ്രായോഗിക പ്രശ്നമുണ്ട്. ഒന്ന്, വളരെ ജനസാന്ദ്രത കൂടുതലാണ് കേരളത്തിൽ. കേരളത്തിലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടെ താരതമ്യം ചെയ്താൽ ഓരോ 5 സെൻറ്റ് സ്ഥലത്തും ഒരാൾ വീതം നിൽക്കുകയാണ്. അപ്പോൾ ഒരു 5 സെൻറ്റുകാരന് വീട് നിർമ്മിക്കുകയും അതിനകത്തൊരു കക്കൂസ് ഉണ്ടാക്കുകയും ചെയ്താൽ ഒരു കിണറുണ്ടാക്കാൻ പറ്റൂല. ഏറ്റവും പ്രധാന കാര്യമാണ് വൈപ്പിങ്കരയിലൊക്കെ അതായത് സംഭവിക്കുന്നത്. കക്കൂസും കിണറും തമ്മിൽ 40 മീറ്ററിൻ്റെയെങ്കിലും അകലം ഉണ്ടായിരിക്കണം. ഒരു 5 സെൻറ്റുകാരനോ 10 സെൻറ്റുകാരനോ 40 മീറ്റർ അകലത്തിൽ കക്കൂസും കിണറും കൂടെ ഉണ്ടാക്കാൻ പറ്റൂല. 40 മീറ്റർ വേണം. കാരണം വെച്ചാൽ തൊട്ടടുത്തടുത്ത് വീടുകൾ വരുമ്പം ഇത് 5 മീറ്റർ ആവും. ബിൽഡേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഭൂപ്രകൃതിയുടെ അനുസരിച്ചിരിക്കും ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്. പക്ഷേ നമ്മുടെ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ജലം മലിനമാകാനുള്ള ഒട്ടേറെ സാധ്യത നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണ്. അത് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ ടോയ്ലറ്റ് സംവിധാനത്തിന് തന്നെ മാറ്റം ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ എല്ലാവരും സെപ്റ്റി ടാങ്ക് ഉണ്ടാക്കുക. ഈ സെപ്റ്റി ടാങ്കിലെ മാലിന്യം എന്താ ചെയ്യുന്നത്? അത് ചെയ്യാൻ ഇവിടെ സംവിധാനമില്ല. എല്ലാ വിദേശ രാജ്യങ്ങളിലും സെപ്റ്റി ടാങ്ക് മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാൻ സംവിധാനമുണ്ട്. കേരളത്തിൽ ലക്ഷക്കണക്കിന് സെപ്റ്റിക് ടാങ്ക് ഉണ്ടായിട്ടും നമുക്ക് തന്നെയാണ്. ഞാൻ പറഞ്ഞത് നമുക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് രാജ്യത്തൊരു ഭരണാധികാരിയും ഭരണകൂടവും ഒക്കെ സംവിധാനമുള്ളത്. അവര് പറയല്ല, അവര് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ കേരളത്തിലെ മുഴുവൻ പേരുടെയും കൂടെ സെപ്റ്റിക് ടാങ്ക് മാലിന്യം നമുക്ക് സംസ്കരിക്കാൻ പറ്റുമോ? അത് സംസ്കരിക്കാൻ ഇവിടെ സംവിധാനം വേണം. വകുപ്പുണ്ടല്ലോ. ജോൺ ചേട്ടൻ പറയുന്നത് ഭരണാധികാരികളാണ് ഇതിന് ഉത്തരവാദികളെന്നാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഭരണാധികാരികളെക്കാൾ ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്തം ഇല്ലെന്നല്ല. ഭരണാധികാരികളെക്കാൾ ഉത്തരവാദിത്തം കാണിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. കാരണം നമ്മൾ വോട്ട് ചെയ്ത് ആണല്ലോ ഈ ഭരണാധികാരികളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്, അല്ലാണ്ട് അവരെ കെട്ടിയിറക്കുന്നതല്ലല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അനുഭവങ്ങൾ ഉള്ള ധാരാളം പൊതുപ്രവർത്തകരുണ്ട്. അവരെ തെരഞ്ഞെടുപ്പിന് മത്സരിപ്പിക്കാനും ജയിപ്പിക്കാനും ജനങ്ങൾ പ്രേരിപ്പിക്കണം. അവർക്ക്, അതായത് ഈ നാട്ടില് നമ്മൾ രാഷ്ട്രീയക്കാരെ എല്ലാം കുറ്റം പറയും, ശരിയാ? മത്സരിച്ചാണ്. എന്തുകൊണ്ടാ ജയിക്കാഞ്ഞത്? എന്തുകൊണ്ടാ ജയിക്കാഞ്ഞത്? ഇരിക്കുന്ന ജനങ്ങൾ എത്ര പേര് ഇങ്ങനെ വോട്ട് ചെയ്യില്ല? വോട്ട് ചെയ്യില്ല. കാരണം എന്താണെന്നറിയാ? ജനങ്ങൾ ശരിയല്ലാത്തോണ്ടാ. ജോൺ പെരുവന്താനത്തെ ജയിപ്പിക്കണമെന്ന് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ വിഡ്ഢിത്തം. സാറേ, കുന്നത്തുനാടിന്റെ ഭാഗത്ത് വരുന്നവർ തന്നെയാണ് ഈ ഇത്രയും കുടിവെള്ളക്ഷാമമുള്ള ഒരു മേഖലയാണ്. കുന്നത്താടിലെ 100 കണക്കിന് മലകളും പാടങ്ങളും ഇപ്പോൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി കാലങ്ങളിൽ 10 മണി മുതൽ ഒരു 3:30-4 മണി വരെ സാനിറ്ററി വേസ്റ്റ് കക്കൂസ് മാലിന്യത്തിന്റെ വണ്ടികൾ ഓടുവാണ്. ഒരു ലോബിയാണ് എന്റെ പുറകിൽ. ഈ കക്കൂസ് മാലിന്യം ഇതുപോലെ ശുദ്ധീകരിച്ചിട്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലോബിയിലെ ഒന്നാമത്തവൻ കക്കൂസിൽ പോകുന്നവനാ. അതെ, അവൻ കക്കൂസിൽ പോകുന്നോണ്ടല്ലേ ലോബിക്ക് അതും കൊണ്ട് ചുമന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പൊ എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടെന്ന്. അവനവന് കക്കൂസിൽ പോകാനെങ്കിലുമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് വേണം വീട് വെക്കാൻ. കവികളും എഴുത്തുകാരും ഋഷികളാണ്. പണ്ട് സുഗതകുമാരി പറഞ്ഞു, ഈ മഴക്കാടുകളെ പറ്റി പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു സാമാജികൻ പറഞ്ഞതെന്നറിയാം, കടലിൽ മഴ പെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഇവിടെ മരം ഉണ്ടായിട്ട് മഴ പെയ്യണ്ടല്ലോ. അത്ര വിട്ടികളാണ് നമ്മുടെ ആൾക്കാർ. നമുക്ക് ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറഞ്ഞ് ONV കുറുപ്പ് കവിത എഴുതി ഭൂമിയെ നഗ്നമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇതൊക്കെ നമ്മളെ യുവജനോത്സവത്തിന് വേദിയിൽ പാടുന്നതല്ലാതെ ഇത് മനസ്സിലോട്ട് ഉൾക്കൊള്ളുന്നില്ല. ഇവിടെ ഇദ്ദേഹം പറഞ്ഞല്ലോ, നല്ല ഗ്രീൻ വാലി വെള്ളം നല്ല വെള്ളമാണെന്ന്. ഈ ടാങ്കറിൽ കൊണ്ടുപോകുന്ന ഈ വെള്ളം തന്നെ കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന വണ്ടി കഴുകിയെടുത്ത് അതിൽ കൊണ്ടുപോകുന്നതായിട്ട് വളരെ വ്യക്തമായി റെസിഡൻസ് സൊസൈറ്റി അറിയാൻ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഈ വെള്ളമാണ് ഇവർ വിതരണം ചെയ്യുന്നത്. അത് സെൽഫ് സോഴ്സ് ഇല്ലാത്ത കമ്പനിക്കാരാണ്. സെൽഫ് സോഴ്സ് ആണ്. വാസ്തവമാണ്. അല്ല, ഒരു കാര്യം സാർ മനസ്സിലാക്കണം, ഗ്രീൻ വാലി
ടാങ്കർ വെള്ളം ശുദ്ധീകരിച്ചല്ല കൊടുക്കുന്നത്. ഗ്രീൻ വാലിക്ക് സ്വന്തം വാട്ടർ സോഴ്സ് ഉണ്ട്. നിങ്ങളുടെ ബ്രാൻഡിനെ തൊട്ടിട്ടില്ല. തൊട്ട് പറയരുത്. നിങ്ങളുടെ കുടിവെള്ളം അവിടെ കൊണ്ടുപോകാനും പ്ലാന്റിൽ കൊണ്ടുപോകാനും കാണിച്ചു തരാനും തയ്യാറാണ്. നിങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കാനുള്ള പദ്ധതി അദ്ദേഹത്തിനില്ല. ശാസ്ത്രീയമായിട്ട് ചെയ്യാത്ത കാര്യമാണ്. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാനോട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ മഴ ലഭിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ഞാനൊരു ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. ഏത് ഗ്രാമമാണത്? മഞ്ഞപ്ര ഗ്രാമം. ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. പക്ഷെ നമ്മുടെ ഇപ്പോൾ എല്ലാ സർവീസ് റോഡുകളും അതുപോലെ പഞ്ചായത്ത് റോഡുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കാണ് നീങ്ങുന്നത്. പക്ഷേ ഞങ്ങളുടെ ഒരു ജനപ്രതിനിധി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കോൺക്രീറ്റ് ഇപ്പോൾ ചെയ്യണ്ട എന്ന ആവശ്യകതയെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ നടക്കുവാൻ റോഡുകളെല്ലാം കോൺക്രീറ്റ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ ജനപ്രതിനിധി എന്താണ് ഉദ്ദേശിച്ചത്? ജനപ്രതിനിധി ഉദ്ദേശിച്ചത് ശരിക്കും ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതിയാണ് അവർ ആ കാര്യം സൂചിപ്പിച്ചതെങ്കിലും ജനങ്ങൾക്ക് എപ്പോഴും സുഖസൗകര്യമായിട്ട് നടക്കണം, നാളേക്കുള്ള ചിന്താഗതി നമ്മൾക്ക് ഓരോരുത്തർക്കും ഇല്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം ഒരു കാര്യങ്ങളിലേക്ക് ഞാൻ പറഞ്ഞിട്ട് അത്തരം ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ ബോധവൽക്കരണം നടത്തി ഈ കുടിവെള്ളത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ വരും കാലഘട്ടങ്ങളിൽ ഈ കുടിവെള്ളത്തിനൊക്കെ ഒരു കുറച്ച് പരിധി വരെങ്കിലും നമുക്കൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. റോഡുകൾ ഇന്ന് കോൺക്രീറ്റ് സിസ്റ്റം നമ്മൾ ഉപേക്ഷിച്ച് സിമന്റ് കട്ടകളാണ് ഉപയോഗിക്കുന്നത്. അത് വെള്ളം താഴാൻ വേണ്ടിയാണ്. അല്ല, വെള്ളം ഭൂമിയിൽ ഇരിക്കാൻ വേണ്ടിയാണ് ഈ സിമന്റ് കട്ടകൾ ഉപയോഗിക്കുന്നത്. ഇന്റർലോക്ക് സിസ്റ്റം ചെയ്യുന്നത് മാത്രമല്ല സാർ, വേറൊരു കാര്യമുണ്ട്. അത് ഭൂമിയിൽ വെള്ളം താഴും. അതായത് ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു വികസന രീതിയുണ്ട്. അത് ഇക്കണോമിക്കൽ ഗവേൺസ് വികസന രീതിയാണ്. ആ ഇക്കണോമിക്കൽ ഗവേൺസ് നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റില്ല. ഇക്കണോമിക്കൽ ഗവേൺസിന് പകരം ഇക്കോളജിക്കൽ ഗവേൺസ് നമ്മുടെ നാട്ടിൽ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമ്മളൊരു വീട് നിർമ്മിക്കുമ്പം ഇക്കണോമിക്കൽ ഗവേൺസിലാണെങ്കിൽ വീടിൻ്റെ മുറ്റം കൂടി ടൈലിടുക. അതേസമയം ഇക്കോളജിക്കൽ ഗവേൺസിൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിലും വീടിൻ്റെ മുറ്റം ടൈലിടാതിരുന്നാൽ അവിടെ 2 പുല്ല് വളരാൻ തീരുമാനിച്ചാൽ ആ മണ്ണിലേക്ക് വായു സഞ്ചാരം ഉണ്ടാകുന്നതിനും ജലസഞ്ചാരം ഉണ്ടാകുന്നതിനും അത് കാരണമാവും. വെട്ടുകളെ ഇല്ലാത്ത ഒരു ഭൂമിയായിട്ട് മാറി നമ്മുടേത്. കൃഷിക്ക് അനുയോജ്യമായ ഭൂമികൾ വെട്ടുകയോ ഇപ്പൊ എല്ലാം റബ്ബറിലോട്ട് മാറി, വേറെ ഒന്നുമില്ല. വേറെ അപ്പൊ എന്താ പറഞ്ഞേ, ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് വട്ടം കയ്യാല വെച്ച് എന്റെ ഒരു 300 അടി ഹൈറ്റിലോട്ടാണ് ഓരോ കയ്യാല വെച്ചിട്ടാണ് നമ്മുടെ ഒരു കാര്യമുണ്ട്. സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഇന്ന് വരുന്ന ജലസംരക്ഷണത്തിനുള്ള നടപടിയാണല്ലോ അത്. കുറുമുന്നണി വരട്ടെ. അവിടെ ഒരാൾ പറയുന്നു ഒരു കാര്യമുണ്ട്. ഈ ഫ്ലാറ്റ് സമുച്ചയം പണിതതിന്റെ ഒരു ഭാഗം, നല്ലൊരു ഭാഗം നമ്മുടെ ഇവിടുത്തെ കാർഷിക മേഖലകളിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ ആ ഭൂമികളൊക്കെ നികത്തി, പാടങ്ങളൊക്കെ നികത്തി, ഇവിടെ ബഹുനില കെട്ടിടങ്ങൾ വളർത്തി വൻ സാമ്പത്തിക ശേഷി ഉണ്ടാക്കിയപ്പോൾ ഇവിടെ തകർന്നു പോകുന്നത് അടുത്ത തലമുറയും ഇനി വരാൻ പോകുന്ന തലമുറയും ഈ ഫ്ലാറ്റ് നിർമ്മാണത്തിലൂടെ ഒരുപാട് തകർച്ച, ഈ മഴയുടെ കാലാവസ്ഥയ്ക്ക് ഒരുപാട് വ്യതിയാനം വരുത്തുന്നുണ്ടെന്നുള്ളത് നഗ്ന സത്യമാണ്. പക്ഷെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും ഇത് ഉത്തരവും കൊടുക്കുന്നതും പണിയുന്നതും ഇവിടുത്തെ സമ്പന്നന്മാർ തന്നെയാണ്. അപ്പം ഏറ്റവും കൂടുതൽ അടിസ്ഥാന വിഭാഗത്തിനാണ് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് സംഭവിക്കുന്നത്. അത് മനസ്സിലാക്കണം. ജോൺ പെരുമാൻ സാറ് പറഞ്ഞ പോലെ കിണർ ഞാനും കുത്തി വെള്ളം സംഭരിച്ചിട്ടുണ്ട്. 4 കിലോമീറ്റർ വീതിയിലാണ് വൈപ്പിങ്കര ഉള്ളത്. 25 ഓക്കെയാണ്. ഈ വേലിയേറ്റം മൂലം ഉപ്പുവെള്ളം വന്നിട്ട് ഈ കിണറിലെ വെള്ളം ഉപ്പാകുകയാണ്. അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റാനുള്ള ഇപ്പോഴും. പിന്നെ വേറൊരു കാര്യം, ഏതാണ്ട് 300 പ്ലാന്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേമാതിരി തിക്ക് പോപ്പുലേറ്റഡ് ഏരിയയാണ് ഈ വൈപ്പിങ്കരയിൽ. ഈ ആലുവ പുഴയിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. ഇത് ഈ പ്ലാന്റും ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്കേഴ്സിറ്റി പവർ കുറയാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ആലുവ പുഴയുടെ തീരത്ത് മുഴുവൻ ഫാക്ടറികളാണ്. അവിടെ നിന്ന് വരുന്നതായ മാലിന്യങ്ങളും അഴുക്കുകളും എല്ലാം ഒരു മാക്സിമം വരെ ഇത് ശുദ്ധീകരിച്ചാണ് കിട്ടണമെങ്കിൽ പോലും അതിൽ ഈ മെറ്റൽ കണ്ടക്ട്, അതായത് മെറ്റലിൻ്റെ അംശങ്ങൾ അതിൽ വരുന്നുണ്ട്. അത് ഒരു കാരണവശാലും മാറ്റുവാൻ സാധ്യമല്ല. അതുമൂലം ഏറ്റവും അസുഖം ഉണ്ടാവണം, ക്യാൻസർ മുതലായ അസുഖങ്ങൾ ഉണ്ടാവണം. ഒരൊറ്റ മാർഗം ഇതിനുള്ള കടൽ വെള്ളം ശുദ്ധീകരിച്ച് നല്ല വെള്ളമാക്കുക. ഒരു മലയാളി പയ്യൻ ഏതാണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. വളരെ കോസ്റ്റ് കുറച്ച് കടൽ വെള്ളം ശുദ്ധീകരിക്കാൻ. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഈ ഡാമുകളുടെ കാര്യം പറഞ്ഞു. ഡാമുകള് നേരത്തെ പറഞ്ഞ പോലെ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചതിന് ശേഷം ഇപ്പൊ നിലവിലുള്ള ഡാമിന്റെ ഡെപ്ത്, ആഴം നമുക്ക് ഇപ്പൊ 100 മീറ്റർ ഉണ്ടെങ്കിൽ അതിന്റെ ആഴം ഇത് ഇപ്പൊ 50 മീറ്ററിനുള്ളിലുള്ള വെള്ളം മാത്രം അവിടെ കൊള്ളുന്നുള്ളു.
ഈ അഴുക്കുകളും മണ്ണും എല്ലാം അടിഞ്ഞ് അതിൻ്റെ വ്യാപ്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ വെള്ളം നിറഞ്ഞു എന്നുള്ളത് കണക്കുണ്ടെങ്കിൽ പോലും അത്രയും വെള്ളം അവിടെ ഉണ്ടാവുന്നില്ല. അത് ഇവിടെ നിന്ന് നമ്മൾ മറ്റു പ്രദേശങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ, ഇപ്പോൾ വൈപ്പിനെ സംബന്ധിച്ചോട് നേരത്തെ പറഞ്ഞു, അത് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞേക്കണാണ്, തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞേക്കണാണ്. അവിടെ വെള്ളം എത്തിക്കുന്ന പൈപ്പ് പല സ്ഥലങ്ങളിലും പൈപ്പുകളിൽ ഇപ്പോൾ വെള്ളമാണ് എത്തിക്കുന്നത്. അത് കുടിക്കാൻ ഉപയോഗിക്കുന്നത് മറ്റു ആവശ്യങ്ങൾക്കും ആ പൈപ്പിലുള്ള തന്നെ ആളുകൾ ഇവിടെ തന്നെ മറ്റു പ്രദേശങ്ങളിൽ പല ആവശ്യങ്ങളായിട്ട് ഉപയോഗിക്കുകയാണ്. കുടിക്കാനുള്ള വെള്ളം ആ പൈപ്പിലൂടെ വരുന്നത് കുടിക്കാൻ മാത്രവും, അല്ലാത്ത മറ്റു ആവശ്യങ്ങൾക്കുള്ള വെള്ളം മറ്റു രീതിയിലും ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ വ്യത്യാസം വരും. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കണം. മാത്രമല്ല പഞ്ചായത്തുകൾ ചെയ്യേണ്ടത്, ഇപ്പം നേരത്തെ ജനപ്രതിനിധികൾ പറഞ്ഞു, പഞ്ചായത്തുകൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നിലവിലുള്ള നമ്മൾ വീട്ടിലേക്ക് വരാൻ ഒരു വഴി ആധാരത്തിൽ കാണിക്കും, അത് രജിസ്റ്റർ ചെയ്യും നമ്മൾ. പക്ഷേ കുളങ്ങളോ അല്ലെങ്കിൽ തോടുകളോ ഒന്നും ചെയ്യാറില്ല. അടുത്ത സമയത്ത് ഏറ്റവും അടിസ്ഥാനമായി ചെയ്യേണ്ടത് നമ്മുടെ കുളങ്ങളും അതുപോലെ തന്നെ തോടുകളും ഇടത്തോടുകളും ഒക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ആധാരത്തിൽ രേഖാമൂലം കാണിക്കണം. എങ്കിൽ മാത്രമേ അത് നിലനിർത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് മൂടിപ്പോകുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഒരു കാര്യം കൂടി പറയാം. വൈപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വൈപ്പി മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് പ്രദേശങ്ങൾ വരെ ഉണ്ട്. നിങ്ങൾ എന്താ ഇത്? അതായത് ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നത് പാലക്കാടുകാരനാണ്. ഇതിൽ പ്രധാനമായി മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ദൈവത്തിന്റെ സ്വന്തം നാട് ഇപ്പൊ പാലക്കാട് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഇത്രയും പ്രശ്നങ്ങളൊന്നും പാലക്കാടില്ല. പാലക്കാട് അല്ല, വൈപ്പിനല്ല, ഇപ്പൊ വൈപ്പിനായാലും മറ്റു MLA ആയാലും അവരുടേതായ ബുദ്ധിമുട്ടുകൾ. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നെൽകൃഷിയാണ്. അവിടെ നിലനികത്തിയത് വളരെ അപൂർവം ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ പാലക്കാടാണ്. ഇപ്പൊ പാലക്കാടിന് വേറെ ഒരു ബുദ്ധിമുട്ട്, കിണറുകളിൽ പറഞ്ഞാൽ ശുദ്ധമായ വെള്ളം. അതായത് പാലക്കാട് ചുറ്റൂര് മേഖലയോട് അനുബന്ധമായിട്ടാണ്. ഇപ്പോൾ നമ്മൾ വാളയാറോ നമ്മുടെ കഞ്ചിക്കോടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വ്യവസായ മേഖലയായത് കാരണം അവിടെ കുറച്ച് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ ചുറ്റൂർ മേഖലയോട് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടില്ല. ചുറ്റൂർ മേഖലയിൽ അവിടെ ഏത് കിണർ കുഴിച്ചാലും നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം, ജനങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന പാലക്കാട്. പക്ഷേ ഇതിൽ പക്ഷേ അതാണ് ഞാൻ ആലോചിക്കണ്ടേ, ഈ മറ്റേ എറണാകുളം ഭാഗത്തു നിന്ന് ആൾക്കാരൊക്കെ നമ്മുടെ പാലക്കാട് ചുറ്റൂർ മേഖലയിൽ വന്ന് താമസം തുടങ്ങി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ പാലക്കാട് ചുറ്റുമേഖലയിൽ. പക്ഷേ ഇതിന് പ്രധാനമായ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഇരുപ്പൂ നിലമാണ്. ആ നിലങ്ങളിൽ നിന്നും നിലത്തിന്റെ രീതിയിൽ തന്നെ നമ്മുടെ ഭരണാധികാരികളും മറ്റും ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് ആ നിലം ഇന്ന് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ വന്ന ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ മുമ്പ് സൂചിപ്പിച്ച പോലെ നമ്മുടെ പറമ്പിക്കുളത്തു നിന്നുള്ള വെള്ളത്തിന്റെ ദൗർലഭ്യവും, പിന്നെ അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ ഡാമുകൾ, നമ്മുടെ ചെക്ക് ഡാമുകളുണ്ട്. ഓരോ ചെക്ക് ഡാമുകൾ എല്ലാം തൂർന്നു കിടക്കുകയാണ്. ഈ കുന്നുകളും മറ്റുള്ള കാര്യങ്ങൾ ഇടിച്ചു മാറ്റുന്നതിന് പകരം ഈ ചെക്ക് ഡാമിലുള്ള ചളിയും മറ്റുള്ള സാധനങ്ങളെല്ലാം കോരിയെടുത്തു കഴിഞ്ഞാൽ ഇന്നും പഴയ രീതിയിലുള്ള വെള്ളം സംഭരിക്കാൻ കഴിയും. വെള്ളം സംഭരിപ്പിച്ച് കഴിഞ്ഞാൽ പാലക്കാടിനെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നെല്ലും ചെയ്യാം. അതേമാതിരി കുടിവെള്ളത്തിനും യാതൊരുവിധ ബുദ്ധിമുട്ടും വരില്ല. അതിന്റെ പകരമായി ഈ കുന്നുകൾ ഇടിക്കുന്നതിന് പകരം ഈ ഡാമുകളും ഈ കുളങ്ങളും എല്ലാം തോണ്ടിയെടുത്തു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ട്. പാലക്കാടിനെ സംബന്ധിച്ച് ഇപ്രാവശ്യം പറ്റിയത്, ജനിച്ചതിന് ശേഷം ഇന്ന് വരെ വരൾച്ച എന്നത് അനുഭവിച്ചിട്ടില്ല. കാരണം 2 ക്രോപ്പും കൃത്യമായി വെള്ളം കിട്ടുമായിരുന്നു. പക്ഷെ മഴയില്ലാത്തതിൻ്റെ കാരണം പറഞ്ഞ് തമിഴ്നാട് ഇപ്രാവശ്യം വെള്ളം നമുക്ക് കരാർ പ്രകാരം വാങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞു. ഈ കരാർ പ്രകാരം വാങ്ങാൻ തീരെ കഴിയാത്തതും, നമുക്ക് തമിഴ്നാട്ടിൽ ഇപ്പോൾ പോയി നോക്കിയാൽ പറമ്പിക്കുളത്ത് വെള്ളമില്ല. പക്ഷെ പറമ്പിക്കുളത്തിൽ വെള്ളമില്ലാതാക്കുമ്പോൾ അവര് ടണൽ വഴി തമിഴ്നാട്ടിലും വെള്ളമില്ലെന്നുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിലും അവിടെ ആ ടണൽ വഴി കുടിവെള്ളത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യുന്ന ഒരു കാലത്തേക്ക് ടണലുകൾ വഴി വാട്ടർ ഓഡിറ്റ് നടത്തണം. കേരളത്തിൽ പവർ ഓഡിറ്റ് നടക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് വാട്ടർ ഓഡിറ്റ് ഇല്ല. വാട്ടർ ഓഡിറ്റ് നടത്തിയാൽ മാത്രമാണ് നമുക്ക് കേരളത്തിൽ എത്ര കിണറുണ്ട്, എത്ര കുളമുണ്ട്, എത്ര ജലം ഇവിടെ സംഭരിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര ജലം കടലിലേക്ക് ഒഴുകി പോകുന്നുണ്ട്, അങ്ങനെയുള്ള വിവരം നമുക്ക് കിട്ടുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഞാൻ വിട്ടുപോയത്. നേരത്തെ ഇവിടെ വൈപ്പിങ്കരയിലെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു. പെരിയാർ സംരക്ഷിക്കാതെ, പെരിയാർ ശരിക്കും പറഞ്ഞ 244 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഏറ്റവും നല്ല ശുദ്ധജല സ്രോതസ്സാണ് പെരിയാർ. ഈ പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളം പെരിയാർ മലിനീകരണത്തിന് വിധേയമായിരിക്കുകയാണ്. അപ്പൊ അത് വളരെ ശുദ്ധീകരിച്ച്, ഇപ്പൊ ശുദ്ധീകരണ ടാങ്കുകൾ തന്നെ നമുക്കറിയാം, പറവൂരൊക്കെ ശുദ്ധീകരണ ടാങ്കുകളുണ്ട്. അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകൾ കണ്ടാൽ ഈ പെരിയാറിന്റെ മലിനീകരണം നമുക്ക് യാഥാർത്ഥ്യമാകും. അപ്പൊ ഞങ്ങൾക്കൊക്കെ കിട്ടുന്നത്, വൈപ്പിങ്കരക്കാർക്കൊക്കെ കിട്ടുന്നത് പെരിയാറിൽ നിന്നുള്ള ശുദ്ധജലമാണ്. അപ്പൊ പെരിയാർ സംരക്ഷിക്കാൻ ഇടുക്കിയിൽ നിന്ന് ആരംഭിക്കുന്ന 244 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആ പെരിയാർ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും ശുദ്ധജല സ്രോതസ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ വരൾച്ചയെ കുറിച്ചാണ്. വരൾച്ച വരാനുള്ള സാഹചര്യത്തെ കുറിച്ചാണ്. എന്നാൽ ഇതാണ് പ്രധാന വിഷയം. വരൾച്ച വരാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ, ഒന്ന് മൈനിങ് ജിയോളജിയും പരിസ്ഥിതിയും കൂടി കുറെ ഉദ്യോഗസ്ഥന്മാരെ പോസ്റ്റ് ചെയ്തു. അവർ അനധികൃതമായ രീതിയിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യിപ്പിക്കുക എന്ന് വെച്ചാൽ മലകളൊക്കെ എടുത്ത്
പാടത്ത് കൊണ്ടുപോയി ഇടുകയും നിലത്ത് കൊണ്ടുവന്ന് ഇടുകയും ഫ്ലാറ്റുകൾ പണിയും ഇദ്ദേഹം പറഞ്ഞ ഫ്ലാറ്റുകൾ പണിയുകയും ചെയ്യുന്നു. ദെൻ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മണ്ണെടുക്കുമ്പം വെള്ളം താഴേക്ക് ഇരുന്ന് പോകുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ 5 വർഷം കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ എനിക്കുള്ള ആശങ്ക എന്ന് വെച്ചാൽ ഭൂമിയുടെ ബാലൻസ് തെറ്റും. ബാലൻസ് തെറ്റുമ്പോൾ നമ്മളെല്ലാവരും ഏത് രീതിയിലാണ് ജീവിച്ചിരിക്കുന്നത് എന്നറിയില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതിന് ഏതൊരു പ്രോജക്റ്റ് വരുമ്പോഴും കുറേ ഉദ്യോഗസ്ഥന്മാരെ അതിലേക്ക് നിയമിക്കും. അത് ജനങ്ങളെ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് പകരം പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് നിയമ സംരക്ഷണം കൊടുക്കണമെന്നുള്ള വ്യവസ്ഥാപിതമായ വ്യവസ്ഥയുള്ള ഈ നാട്ടിൽ പെരുവന്താനം പറഞ്ഞ പോലെ അദ്ദേഹമൊക്കെ നിരന്തരം ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറക്കം കെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെയും നിലവിൽ ശരിക്കും പറഞ്ഞാൽ അവരെയൊക്കെ ഈ ഇതിൽ നിന്ന് സർസിപ്പിയുടെ ഭരണത്തിലുണ്ടായിരുന്ന ഈ രീതിയിലുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കി അവരെ ശിക്ഷിക്കണം എന്നതാണ് ഇപ്പോഴും നമുക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം കൂടി, ഈ ലോക്കൽ ബോഡി എന്ന് വെച്ചാൽ ത്രിതല പഞ്ചായത്തിൽ കൂടി അനേകം പഞ്ചായത്തുകളിൽ ഒരുപാട് പഞ്ചായത്ത് കിണറുകളുണ്ട്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ, അതെല്ലാം മലിനമായി കിടക്കുക. അതൊന്ന് സംരക്ഷിക്കാൻ തയ്യാറാവുന്നില്ല. ഇതിന്റെ ഒരു കാര്യം പറയാം. അതായത് വെള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം വെള്ളം നമ്മുടെ കേരളത്തിൽ ഭയങ്കര ചെങ്കുത്തുള്ള ഭാവമാണ്. വെള്ളം മഴ പെയ്താൽ ഇറങ്ങി കടലിൽ പോകും. ഇതിനെ തടയണം. ഓടുന്ന വെള്ളത്തിനെ തടയുന്ന വെള്ളത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? തടയണം. ഓടുന്ന വെള്ളം, അതായത് ഇറങ്ങി പോകുന്ന ഈ പുഴ വഴിക്ക് ഇറങ്ങി അങ്ങനെ പോയി സമുദ്രത്തിലേക്ക് പോകുന്ന വെള്ളത്തിനെ നമ്മൾ നിർമ്മിച്ച് നമ്മൾ തടഞ്ഞ് ഈ വെള്ളത്തിനെ ഒരു ഭാഗത്ത് നിലനിർത്തണം. ആ ഓടുന്ന വെള്ളത്തെ നിർത്തുന്ന വെള്ളത്തെ നമ്മൾ ഉറക്കണം. എന്നാലേ ഇത് നമ്മളെ മണ്ണിന്റെ അടിയിലേക്ക് പോകുള്ളൂ. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യാതെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഈ വരൾച്ചിന്റെ വരുമ്പോ എല്ലാവരും ഇതിപ്പോ നാളെ ഒരു മഴ പെയ്തോട്ടെ, നമ്മുടെ എല്ലാ വിഷയവും കഴിഞ്ഞു. പക്ഷെ നമ്മളെ മനസ്സ് മാറരുത്, നമ്മൾ തളരരുത്. കുടിവെള്ള വിതരണത്തിനായിട്ട് പൈപ്പ് ലൈൻ ഇടുന്നുണ്ട്. മഴ കുറഞ്ഞതിനൊരു കാരണം കൂടിയുണ്ട്. മഴ പെയ്യുന്ന അന്ന് തന്നെ നമ്മൾ മഴയെ ചീത്ത വിളിക്കും. അപ്പൊ മഴ തീരുമാനിച്ചു, എന്തിനാ വെറുതെ ഈ ചീത്ത വിളി കേൾക്കുന്നത്, പെയ്യാണ്ടിരുന്നാ പോരെ അതും ഒരു കാരണമാണ്. കുടിവെള്ള വിതരണത്തിന് പൈപ്പ് ലൈൻ ഇടും. രാമംഗലത്തുനിന്ന് ചൂണ്ടി വരെ റോഡ് ഒരു കാലത്തും നന്നാവില്ല. ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ ഒരു വെടി വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പൈപ്പ് പൊട്ടും. അതാണ് 100% ഉറപ്പാണ്. എല്ലായിടത്തും ഇത് തന്നെ അവസ്ഥ. ആദ്യം തന്നെ പൈപ്പ് ഇടുന്നതിന്, ഈ കുടിവെള്ളം എത്തിക്കാനുള്ള പൈപ്പ് ഇടുന്നതിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പൈപ്പ് ഇടാനായിട്ടുള്ള ഒരു ഗവൺമെൻറ് നോക്കില്ല. അത് നാട്ടുകാരും നോക്കില്ല. പൈപ്പ് ലൈൻ ഇടണം എങ്ങനെയാണ് പോകണമെന്നുള്ളത് നോക്കില്ല. ഇതിപ്പോൾ വീണ്ടും കുത്തിപ്പൊളിച്ചുകൊണ്ടിരിക്കുക രാമംഗലത്തു നിന്നുള്ളത്. പണ്ടത്തെക്കാളും ഒത്തിരി ഒരു കൺട്രോൾ ഒക്കെ ഉണ്ട് ഇല്ലേ മാഡം? പിന്നെ മാമിനോട് ഒരു ചെറിയ അല്ല, ഇത് വെട്ടിപ്പൊളിച്ചിട്ട് പോകുമ്പോ നിങ്ങൾ കൂടെ അവിടെ നിൽക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഒരു കാര്യം പറഞ്ഞാൽ വെള്ളം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളാണ് ഏറ്റവും ബുദ്ധിമുട്ടണേ. ഭർത്താവ് നേരെ കയറി വന്ന് ഇരിക്കണേ. ഒരു വീട്ടിലെങ്ങാനും ഒരു ശകലം വെള്ളം ഇല്ലാതെ പോയാൽ ഭർത്താവ് അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ എന്നാന്നുള്ള മാവിന് അറിയാവോ? അറിയാം. 80% ഞാൻ പറഞ്ഞു, 20% ഞാൻ പറഞ്ഞില്ല. അങ്ങനെ കുറ്റം പറയില്ലേ? ഇല്ല. മാഡം ഈ ഭർത്താക്കന്മാർക്കൊക്കെ വെള്ളക്ഷാമം ഉണ്ടെങ്കിൽ പറമ്പിൽ ഇറങ്ങിപ്പോ അത് നല്ല കാര്യമാണ്. ഇവർക്ക് കൈലി മടക്കി കുത്തി അങ്ങ് പറമ്പിലിറങ്ങാം. അതൊക്കെ ശരി തന്നെയാ. ഇതൊക്കെ ഒരു ഒന്നൊന്നര ഭർത്താവാ. നമ്മളൊരു വീടിന് പ്ലാനിങ് കൊടുക്കുമ്പോൾ വലിയ സ്ക്വയർ ഫീറ്റ് 800, 1000, 1500, 2000, 3000 സ്ക്വയർ ഫീറ്റ് വീടുകൾ കൊടുക്കുമ്പോ ആ വെള്ളം സംഭരിക്കാൻ ഇത്രയും വലിയ വീട് അതൊക്കെ ഉണ്ടെന്നേ ആൾക്കാർ. അതിനുള്ള സംവിധാനം നിയമമുണ്ട്. അതൊന്നും നമ്മൾ പാലിക്കപ്പെടുന്നില്ല. ഇവിടെ ഒരു ഭൂപരിഷ്കരണ നിയമം 10 സെന്റ് ഭൂമി ഓരോരുത്തർക്കും ലഭിച്ച് ഒരു കുടുംബത്തിൽ 4 or 5 മക്കളുണ്ടെങ്കിൽ ഈ ഭൂമി ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരാൾക്ക് 1.5 സെന്റോ 2 സെന്റോ ഭൂമി കിട്ടും. പക്ഷെ അവിടെയുള്ള കുളോ തോട മറ്റ് ജലസ്രോതസ്സുകളെല്ലാം നികത്തി പോവുക. അപ്പോൾ ഇന്ന് ജലസ്രോതസ്സുകൾ മുഴുക്കെ നികത്തിയത് കൊണ്ട് ഇന്ന് പലർക്കും ഇന്ന് വെള്ളക്ഷാമം നമ്മൾ ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ വീടിൻ്റെ അകത്ത് പൂർവികരായി കുത്തിയ 2 കുളങ്ങളുണ്ടായിരുന്നു. ഈ 10 സെൻറ്റുകാരൻ കൊണ്ടുവന്ന് വെച്ചും എൻ്റെ കുളത്തിൻ്റെ അരിയെ കൊണ്ടുവന്നൊരു കക്കൂസ് താത്തി. പിന്നെ ആ വെള്ളം എനിക്ക് കുടിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ?
പക്ഷെ ഈ അവസ്ഥയിലാണ് അതെല്ലാം ഇന്ന് rule ജനങ്ങൾ. violation ആണ്. കാരണം ഇവിടുത്തെ അത് ചെയ്യാൻ ഭൂപരിഷ്കരണ പാടില്ല. നിയമം കൊണ്ട് ഒരുപാട് സ്രോതസ്സുകൾ ഇവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഒരു സെക്കൻഡ് ഒരു അവിടെ ഒരു കാര്യം പറഞ്ഞു. ആ. അതായത് പൈപ്പ് ഇടുന്നത് പഴയതിനേക്കാളും കുറേ മാറ്റം വന്ന്. എൻ്റെ അടുത്തൊരു സുഹൃത്ത് ഒരു കരാറുകാരനാണ്. എ ക്ലാസ് പൈപ്പ് ഇടാൻ കരാറെടുക്കും, അവസാനം സി ക്ലാസ് പൈപ്പ് കൊണ്ടുവന്നിടും. അതാണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ. അതിന് ഒരു ബന്ധപ്പെട്ട അല്ല, മാറ്റങ്ങൾ വന്നില്ല. അതിപ്പോ ആ കോൺട്രാക്ടർ ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഓരോരുത്തരും സാറിന് അത് പോയി തടയാൻ പറ്റുമോ? പറ്റുമെങ്കിൽ തടയണം. നടക്കൂല. സാർ എന്തുകൊണ്ട് തടഞ്ഞില്ലെന്നാ തടയുന്ന ഉദ്യോഗസ്ഥന്മാരാ അഴിമതി ബന്ധപ്പെട്ട അതോറിറ്റി അഴിമതി ഒരാള് 100 രൂപയുടെ പണിക്ക് കരാറ് കൊടുത്താൽ യഥാർത്ഥത്തിൽ 50 രൂപ 40 രൂപയുടെ പണി ആ കരാറുകാരൻ ചെയ്യാറുള്ളൂ. ബാക്കി എല്ലാം വീതം വെച്ച് പോവുക. അത് അങ്ങ് ഉയരം മുതൽ താഴെ വരെ. ഇതാണ് ഈ നാട്ടിലെ അവസ്ഥ. അതിന് മാറ്റം വരണം. സാറേ, ഞാൻ തടയണമെന്ന് പറഞ്ഞത് ബന്ധപ്പെട്ടവരെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അത് അറിയിക്കാന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ ആളുടെ കുഴപ്പം. എന്താ അറിയോ, എന്ത് വന്നാലും ഈ വീതമെപ്പൊക്കെ നടക്കുന്നുള്ള സത്യമാണ്. പക്ഷേ എല്ലാവരും വീതമെപ്പിന് വിധേയല്ലോ. എല്ലാവരും വീതമെപ്പിന് വിധേയരല്ല. കാടടച്ച് വെടിവെക്കല്ലേ സാറേ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിന് സമരം നടത്തിയേക്കുന്നത് വൈപ്പിൻകരയിലാണ്. ഞങ്ങള് ആ സംഘടന ബാക്കിയുള്ള നാട്ടിൽ എന്നെ ചീത്ത വിളിക്കും കേട്ടോ. വൈപ്പിക്കര മാത്രമേ കാലാകാലങ്ങളായിട്ടുള്ള സമരമാണ് വൈപ്പിൻകരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് വെള്ളം തരാന്ന് പറഞ്ഞ് 4 വലിയ ടാങ്കുകൾ പണിയാൻ തുടങ്ങിയിട്ട് 6 വർഷം കഴിഞ്ഞ്. അതിനു മുമ്പേ പൈപ്പ് വെള്ളം തരാനുള്ള പൈപ്പ് ഡാമിന്റെ റോഡ് മുഴുവൻ വെട്ടിപ്പൊളിച്ച് നിങ്ങൾ ആ പണി സ്ഥലത്ത് കുത്തിയിരിക്കണമെന്ന് അതാ മാഡം പറഞ്ഞത്. അതേസമയം ഏറ്റവും കൂടുതൽ ജനസംഖ്യ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? 75 കിലോമീറ്റർ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കിലോമീറ്റർ മരണം വരെ ഉപവസിക്കുമെന്ന് പ്രഖ്യാപിക്കും. മാത്രം സ്ഥലമുള്ള ഈ ഏരിയയിൽ 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ പറയരുത്. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട വൈപ്പിൻകരയില് 4 ലക്ഷത്തിൽ മേലെ ആളുകളുണ്ട്. ജനസാന്ദ്രതയിൽ ഏഷ്യയിൽ വെച്ച് 1ാം സ്ഥാനം. താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുടിവെള്ളക്ഷാമം കേരളത്തിൽ വൈപ്പിൻകരയിൽ മാത്രമല്ല. നമ്മള് വൈപ്പിൻകരയ്ക്ക് വേണ്ടി ഉള്ള പരിപാടി മാത്രമല്ല ഇത്. താങ്കൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രം. ഒരു സെക്കൻഡ് വരൾച്ച ദുരിതാശ്വാസത്തിന് വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ അണ്ണാ ഹസാരെ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട് ബലേഗാവ് സിദ്ധിയില്. പറ്റുമെങ്കിൽ അവിടെ പോയി പഠിച്ചിട്ട് അതനുസരിച്ച് ചെയ്താൽ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞോളൂ. എന്താന്ന്? അല്ല, ഒരു ഗ്രാമം ഇവിടെ പെയ്യണതിന്റെ 10-1 പോലും മഴയില്ലാത്ത സ്ഥലത്ത് സമ്പുഷ്ടമാണ്. വെള്ളം എങ്ങനെ ഉപയോഗിക്കണം എന്ന് ആ മനുഷ്യൻ പഠിപ്പിച്ചിട്ടുണ്ട്. അയാള് അവിടെ പ്രാക്ടിക്കലാണ്. ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ കാണിക്കണ പോലെയല്ല. നമ്മളെ നശിപ്പിക്കാനാണ് പല ഉദ്യോഗസ്ഥന്മാരും ശ്രമിച്ചിട്ടുള്ളൂ. ഇവിടെ മര്യാദയ്ക്ക് കൃഷി ചെയ്തുകൊണ്ടിരുന്നവനെ കൃഷി വകുപ്പ് എന്ന് പറഞ്ഞ് സാധനം ഉണ്ടാക്കി. എന്താ ഇപ്പം നമ്മൾ കഴിക്കേണ്ട സാധനം? ഒരു വിത്ത് ഉണ്ടെന്ന് നമുക്ക് തന്നു, അതിൻ്റെ ഫലത്തിൽ നിന്ന് ഒരു വിത്ത് കൊണ്ട് നട്ട മുളയ്ക്കുമോ? ആ കണ്ടീഷനായിട്ടുണ്ട്. അതുകൊണ്ട് അണ്ണാ ഹസാരനെ കണ്ടുപിടിക്കണം. അങ്ങേരുടെ പ്രവൃത്തി പോയി കണ്ട്, ഇന്ത്യയിലാണല്ലോ, പോയി കണ്ട് മനസ്സിലാക്കണം എന്ന് ഞാൻ പറയണം. ഓക്കെ സാറേ, നമ്മുടെ പാലക്കാട് നിന്ന് വന്ന നമ്മുടെ സഹോദരൻ പറഞ്ഞത് മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം തണയട കെട്ടി സംരക്ഷിക്കണമെന്ന് പറയണം. 82 ഇവിടെ വരൾച്ച വന്നപ്പോൾ വീണ്ടും മഴ ഇതുപോലെ പെയ്ത സമയങ്ങളിലും നമ്മൾ ഇവിടെ തലയണ നിർമ്മിച്ചില്ല. പക്ഷേ ഇപ്പോൾ പറയുന്നു, നമ്മുടെ ഇവിടുത്തെ മരങ്ങളും മലകളും വെട്ടിനിരത്തി ഇവിടുത്തെ സർക്കാർ വരെയും, അതായത് ഇവിടുത്തെ നിയമപാലകർ വരെയും ഒത്താശ ചെയ്യുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ കേരളം കടന്നു പോകുന്നത്. കാരണം അതിൻ്റെ അനുഭവം തൊട്ടടുത്ത പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പഞ്ചായത്തിൽ മണ്ണെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അതിന് സമരം ചെയ്തപ്പോൾ അതിന് ഇവിടുത്തെ നിയമപാലകരും സർക്കാരും ഒത്താശ ചെയ്തുകൊണ്ട് ആ മല വെട്ടിനിർത്തുന്ന ഒരു സ്ഥിതിവിശേഷം വരികയും, രണ്ടാമത് എൻ്റെ പറമ്പിലൂടെ പെരിയാർ വാലിയുടെ മെയിൻ കനാൽ പോകുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾക്കവിടെ കനാലിൽ വെള്ളം വരുമ്പോൾ ഞങ്ങളുടെ കിണറുകളിൽ ജലം നിറയുകയും ആ വെള്ളം വറ്റിക്കഴിയുമ്പോൾ ഞങ്ങളുടെ കിണറുകളെല്ലാം വറ്റി ഞങ്ങൾ ഇപ്പോൾ ടാങ്കർ ലാറിയെ സമീപിച്ച് വെള്ളം കുടിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലെത്തിയിരിക്കുക. അപ്പോൾ ഇവിടെ മാറി മാറി വരുന്ന ഭരണകർത്താക്കളും ഇവിടുത്തെ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ളവരും
ചെയ്യുന്നത് ഈ സമൂഹത്തെ നന്നാക്കാനല്ല, ഇത് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണതയായിട്ടാണ് ഈ സമൂഹത്തെ ഇന്ന് കൊണ്ടുവന്ന് എത്തിക്കുകയും വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കാൻ അവർക്ക് കഴിയാത്ത രീതിക്ക് അവർക്ക് വേണ്ട ഒരു നേരത്തെ വെള്ളം കൊടുക്കാൻ വരെ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് തൊട്ടടുത്തായ പൂത്തർക്ക ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നത്. കാരണം പെരിയാർ വാലി രാമമംഗലം പുഴ ഞങ്ങളോട് തൊട്ട് ചേർന്ന് പോകുന്ന ആ ഇത് ഉണ്ടായിട്ട് വരെ ഞങ്ങൾക്ക് ജലലഭ്യത കുറവാണ്. അതായത് പുൽപ്പള്ളിയിലെ കേരളത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന പഞ്ചായത്താണ് ഞങ്ങളുടെ പുൽപ്പള്ളി പഞ്ചായത്ത്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം കേരളത്തിലെ വെച്ച് ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന പഞ്ചായത്ത് പുൽപ്പള്ളിയാണ്. ഇന്ന് പുൽപ്പള്ളിയുടെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, അതായത് നാമാവിശേഷം വളരെ അപൂർവമായിട്ട് കൊയ്യുന്ന വയൽ ഏക്കർ കണക്കിന് മാത്രമേ തിരഞ്ഞെടുക്കാനുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ വരണ്ട് ഉണങ്ങിപ്പോയി. കാരണം നമുക്ക് കിട്ടേണ്ട വെള്ളം, മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കേണ്ട വെള്ളം മറ്റേ ഉദ്യോഗസ്ഥന്മാരുടെ പോരായിയാണെങ്കിലും ഭരണകർത്താക്കളുടെ പോരായിയാണെങ്കിലും നമ്മൾക്ക് കിട്ടേണ്ട വെള്ളം കിട്ടുന്നില്ല. അതിൻ്റെ ഭാഗമായി ഈ പറയുന്ന അതേ പ്രശ്നം നമ്മുടെ പുൽപ്പള്ളിയിലുണ്ട്. കിണറുകൾ മുഴുവൻ പറ്റി. കാരണം ഇതിന് പ്രധാന ഘടകം എന്താ വെച്ച് കഴിഞ്ഞാൽ നെൽകൃഷിയാണ്. നെൽകൃഷി ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കിണറുകളിലും വെള്ളം ഉറക്കും, നല്ല രീതിയിലുള്ള വെള്ളം കിട്ടും. കാരണം ഇന്നലെ വരെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് വന്നതാണ്. സുഖമായി ജീവിച്ചിരുന്ന ഭാഗമാണ്. ഇന്ന് ഒരു കിണർ പോലും അവിടെ വെള്ളമില്ല. അതിൻ്റെ പ്രധാന വിഷയം ഞങ്ങളുടെ ഭൂമി മുഴുവൻ വരണ്ട് ഉണങ്ങി, നെൽച്ചെടിയില്ല. അതായത് നെൽച്ചെടി ഉണ്ട് പറഞ്ഞാൽ ഇപ്പം നിലക്കുന്ന പാടത്ത് നമ്മളൊന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഈ നെൽച്ചെടിൻ്റെ ഇടത്തോട് നടന്നു കഴിഞ്ഞാൽ AC കൂടെ നടക്കുന്നൊരു മറ്റേ നമുക്ക് ഫീലിങ്സ് ഉണ്ടാവും. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഈ തണുപ്പുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞാൽ കിട്ടില്ല, നമുക്കത് ആസ്വദിക്കാൻ പോയാലേ അറിയുള്ളൂ. പക്ഷെ നെൽകൃഷി നിലനിർത്തിയ നമ്മുടെ വെള്ള പരിഹാരം 100% പരിഹാരം കിട്ടും. അല്ലാതെ നെൽകൃഷി ഇല്ലാതെ നാണ്യവിള കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയില്ല. ഏത് ഗവൺമെന്റിനെ കൊണ്ടും കഴിയില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ 15 ദിവസം മുന്നേ ഞാൻ ആ വഴിയിലൂടെ സഞ്ചരിച്ചതാണ്. പാലക്കാട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരതപ്പുഴയിൽ ഈ സമയങ്ങളിൽ ഏകദേശം 35-40% ഇടയിൽ ജലം ഉണ്ടായിരുന്നതാണ്. ഇന്ന് ആ സ്ഥാനത്ത് ഉള്ളത് 3% താഴെ ജലമേ ആ ഭാരതപ്പുഴയിൽ ഇന്നുള്ളൂ. സഞ്ചരിച്ചതുകൊണ്ടാണ്. അതായത് നിങ്ങളെ ഭാരതപ്പുഴ ഉണ്ടല്ലോ, ഭാരതപ്പുഴ വറ്റിയതിന്റെ പ്രധാന ഘടകം ഉണ്ടല്ലോ, ഇതിന്റെ ഭാരതപ്പുഴ ഉത്ഭവം നമ്മുടെ പറമ്പിക്കുളത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത്. ആ വരുന്ന വെള്ളം നമ്മുടെ അതായത് ഈ പാലക്കാടിന്റെ ഭാഗത്ത്, അതായത് ചിറ്റൂർ മേഖലയിലൂടെയാണ് വരുന്നത്. ഇവിടുത്തെ പാടങ്ങളിലെല്ലാം വെള്ളം നിൽക്കുമ്പോൾ തോടുകളിലൂടെ എല്ലാം നമ്മുടെ ഭാരതപ്പുഴ, അതായത് നമ്മുടെ ചിറ്റൂർ പുഴയിലേക്ക് വെള്ളം ഇറങ്ങും. ഈ പാടത്ത് ഒരു കണ്ണിലിറ്റുന്ന വെള്ളമില്ല, പാടഭൂമിയെല്ലാം വിണ്ടു കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ഭാരതപ്പുഴയ്ക്ക് വെള്ളം എത്തുക? അതിനാണ് നാം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ചെക്ക് ഡാം പുതുതായിട്ട് നിർമ്മിക്കണം. പഴയ ചെക്ക് ഡാമുകളിലുള്ള മണ്ണ് മുഴുവൻ തോണ്ടിയെടുക്കണം. ഈ കുന്നും മലയൊന്നും ഇടിക്കാതെ എത്ര ചെലവായാലും ഈ മണ്ണ് തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് വേണ്ട വെള്ളം കിട്ടും. ഇത് പട്ടാമ്പി വരെ സുഖമായിട്ട് എത്തിക്കാനും കഴിയും. ഈ ടെമ്പററി ചെക്ക് ഡാം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് മുഴുവൻ ചാക്കിലാണത് അടക്കി വെക്കുന്നത്. ഈ ഒരു അടുത്ത സീസൺ വരുമ്പോൾ വെള്ളം വരുമ്പോൾ ഈ ചാക്ക് ഉൾപ്പെടെ നദിയിൽ ഒഴുകി പോവുക. അത് ഒരുപാട് വലിയൊരു പൊല്യൂഷനാണ് ഈ ചെക്ക് ഡാം തന്നെ ഉണ്ടാക്കുന്നത്. അത് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തുള്ള ചെക്ക് ഡാം, ഉരുക്കിന്റെ ചെക്ക് ഡാമുകളിലൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ വേസ്റ്റ് കുറയും. വരൾച്ചയ്ക്ക് മുഖ്യമായ ഒരു കാരണം നമ്മൾ ഇതുവരെ പറയുന്നില്ല. കാരണം ഇവിടെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അങ്ങനെ ആകുമ്പോൾ രാസവളങ്ങളുടെ നമ്മൾ ജൈവ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നൊക്കെ പറഞ്ഞെങ്കിലും ഏറ്റവും കൂടുതൽ രാസവളം ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രാസവളം ഇടുമ്പോൾ പണ്ട് ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിൻ്റെ 3 ഇരട്ടിയെങ്കിലും വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കൺസ്യൂം ചെയ്യുന്നത് വളരെ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വെള്ളം മതിയാകാതെ വരുന്നത്. ഈ വരൾച്ച എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആദ്യം വന്നത് രാസവളം ഉപയോഗിക്കുന്ന കൃഷിയിടങ്ങളാണ് ആദ്യം കരിഞ്ഞു പോയത്. ജൈവ കൃഷിയിടങ്ങൾ അപൂർവമുള്ളത് ഇപ്പോഴും അല്പം പച്ചപ്പോട് കൂടി നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം പാലക്കാട് നിന്ന് കടന്നു വരുന്നതാണ്. അദ്ദേഹത്തിന്റെ ആ മുഖത്തും സംസാരത്തിൽ ആ കൃഷിയുടെ ഒരു സന്തോഷമുണ്ട്. എത്ര പേര് കൃഷിയുണ്ട് സാറേ? ഈ പറയുന്ന ആരെങ്കിലും കൃഷി നടത്തുന്നുണ്ടോ, കൃഷി ചെയ്യുന്നുണ്ടോ? കുന്നത്താടിനെ സംബന്ധിച്ച് 100 മലയും പുഴയും പോയി ഒരു മനുഷ്യൻ പ്രതികരിക്കാൻ വരില്ല. വരും സാറേ, പ്രതികരിക്കാൻ വരുന്ന ആളുകൾ ഇതിൽ നിന്ന് പൈസ പറ്റിക്കൊണ്ട്, മണ്ണ് എടുക്കണതിൽ നിന്ന് പൈസ പറ്റിക്കൊണ്ട് പോകുന്നവരുള്ളൂ. എറണാകുളം ജില്ലയിലെ മാലിന്യം കുന്നത്താട്ടിൽ കൊണ്ടിടും, കുന്നത്താട്ടിൽ നിന്ന് വെള്ളം എറണാകുളം ജില്ലയ്ക്ക് വേണം. എന്താ ന്യായമുള്ള? ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് പ്രതികരിക്കാൻ പറ്റില്ല. ജിയോളജി വകുപ്പ് മുതൽ കൃഷി വകുപ്പ് മുതൽ റവന്യൂ ഉദ്യോഗസ്ഥരും കേരളത്തിന്റെ വരൾച്ചയാണ് നമ്മുടെ ചർച്ച. ആ പ്രശ്നത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
മഹാരാഷ്ട്രയും കേരളവും പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ്. മഹാരാഷ്ട്രയുടെ അനുഭവം കേരളത്തിന് വരാൻ പോവുക. മഹാരാഷ്ട്രയിൽ ലാത്തൂരും ബീഡും എന്ന് പറയുന്ന 2 ജില്ലകൾ കേരളത്തിൻ്റെ അത്രയും വലിപ്പമുണ്ട്. ആ 2 ജില്ല മരുഭൂമിയായിപ്പോയി. 2014 ശേഷം അവിടെ മഴ പെയ്തിട്ടില്ല. 3 ലക്ഷം മനുഷ്യരാണ് ഗോദാവരി നദീതടത്തിൽ നിന്ന് പലായനം ചെയ്ത് പോകേണ്ടി വന്നത്. മഴയില്ല. അതേ അവസ്ഥ കേരളത്തിൽ വരാൻ പോവുകയാണ്. അവശേഷിക്കുന്ന കാടുകൾ സംരക്ഷിക്കുകയും കേരളത്തിൻ്റെ വനവിസ്തൃതി വർദ്ധിപ്പിക്കുകയും ചെയ്യാനുള്ള നടപടി അടിയന്തരമായ ഭരണാധികാരികൾ ചെയ്തില്ലെങ്കിൽ, അതിനുവേണ്ടി ജനങ്ങൾ സമ്മർദ്ദം ചെലുത്തിയില്ലെങ്കിൽ കേരളവും സമീപഭാവിയിൽ മരുഭൂമിയിലേക്കായിരിക്കും പോകുന്നത്. മാത്രമല്ല ഈ വീടുകൾ പണിയൂലേ, വീടുകൾ പണിയുമ്പോ ഈ വീടിന്റെ മുന്നിൽ ഭാര്യനെ സന്തോഷിപ്പിക്കാനാണ് കോൺക്രീറ്റ് ചെയ്ത് കളി. അപ്പൊ മഴ ഇറങ്ങൂലല്ലോ. ആ ഒരു സംഭവം ശ്രദ്ധിക്കണം. ഇപ്പൊ കോൺക്രീറ്റിന് പകരം ഇന്റർലോക്ക് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വെള്ളം കടത്തി വിടുന്നുണ്ട്. പക്ഷെ എന്നാലും ഇന്റർലോക്കും അതിനുള്ള റെമഡി അല്ല. കാരണം നമ്മുടെ ഹീറ്റ് വീടിനകത്തേക്ക് കൂടുതൽ കടത്തി വിടുന്നുണ്ട്. അപ്പോൾ ഇന്റർലോക്കും അതേപോലെ വെള്ളം കടത്തി വിടുന്നുള്ള ഒരു പരിധിവരെ ഗുണമായാലും ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് മൊത്തം വീടുകളിലേക്ക്. അതൊരു സിമന്റ് തൊട്ടിയാക്കുന്ന ഒരു വികസനവും പാടില്ല. ഇപ്പൊ എല്ലാവരും കൂടെ പറഞ്ഞല്ലോ മഴ സംഭരണി ഉണ്ടാക്കണമെന്ന്. സിമന്റ് തൊട്ടി ഉണ്ടാക്കുകയാണ്. തടയണ ഉണ്ടാക്കണമെന്ന് പറയുക, സിമന്റ് തൊട്ടി ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഭൂമി മുഴുവൻ സിമന്റ് ഇട്ട് സിമന്റ് തൊട്ടിയാക്കി ഒരു പച്ചപ്പ് പോലും മുളയ്ക്കാത്ത തരത്തിലേക്ക് കേരളത്തെ മാറ്റാൻ പോവുകയാണ്. അതല്ല ശാസ്ത്രീയ രീതി. ശാസ്ത്രീയമായ രീതി മരങ്ങൾക്ക് മാത്രമേ മണ്ണിൽ ജലാംശത്തെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. മരങ്ങൾ തന്നെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം. അതാണ് എന്റെ നിലപാട്. അതായത് നമ്മളിപ്പോ അദ്ദേഹം പറഞ്ഞു, ഒരു മിനിറ്റ്, നമ്മുടെ ഈ മറ്റേ ഭൂമി മുഴുവൻ നമ്മൾ സിമന്റ് തൊട്ടിയാക്കി മാറ്റണമെന്ന് അദ്ദേഹം പറയണ്ടായിരുന്നല്ലോ. നമ്മുടെ ഭൂമിയിൽ അല്ല, മാറ്റിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളാൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാതെ ഭൂമി തനിയുണ്ടായതല്ല. പക്ഷേ ഇതിലൊരു കാര്യം പറയാം. അതായത് ഈ നമ്മുടെ വീട്ടിന്റെ മുറ്റം നമുക്ക് വൃത്തിയായിരിക്കണം. കാരണം കൊച്ചുമക്കളും കുട്ടികളും എല്ലാം ഇറങ്ങി കളിക്കുന്ന സ്ഥലമാണ്. അപ്പൊ വീട്ടിന്റെ മുറ്റം വൃത്തിയായിരിക്കണം. വീട്ടിന്റെ മുറ്റം വൃത്തിയാകണമെങ്കിൽ വീട്ടിന്റെ മുറ്റം വൃത്തിയാകണമെങ്കിൽ ഒരു മിനിറ്റ് പറഞ്ഞു കഴിയട്ടെ. വീട്ടിന്റെ മുറ്റം വൃത്തിയാകണമെങ്കിൽ നമുക്ക് വീട്ടിലെ പശു വേണം. പശു ഉണ്ടെങ്കിലേ വീട്ടിന്റെ മുറ്റം. കാരണം ഈ മണ്ണിന്റെ പുറത്ത് നമ്മുടെ ഈ പശുവിന്റെ ചാണകം ഉപയോഗിച്ച് നമ്മുടെ ഈ മണ്ണിന്റെ പുറത്ത് ഞങ്ങൾ മെഴുകി കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് ഇട്ടതിന് അത്രയും ബലമാണ്. നല്ല സുഗന്ധം ഉണ്ടാവും. നമുക്ക് വൈകുന്നേരത്തെ വന്നോ പായ് വിരിച്ച് കടന്നു കഴിഞ്ഞാണ്ടല്ലോ ഈ ചൂടും കീടും നമ്മുടെ അനുഭവപ്പെടില്ല. അപ്പോ ഇതാദ്യം. പക്ഷെ പശു വേണ്ട, പാല് വേണം. പശു വേണ്ട, പെണ്ണ് കിട്ടില്ല. അതന്നെ, പശു വേണ്ട, പാല് വേണം. പശുവും പെണ്ണുമായിട്ടുള്ള ബന്ധം എനിക്ക് മനസ്സിലായില്ല. ഇത് അല്ല നമ്മുടെ വീട്ടിൽ വരുമ്പോ പശുവോ ആടോ കോഴിയോ പ്രായമായ വല്യാപ്പനോ വല്യാമ്മ ഉണ്ടെങ്കിൽ പോലും പെണ്ണു തരില്ല. അതല്ലേ താങ്കളൊരു അനുഭവസ്ഥനാണ്. പക്ഷേ അല്ല, ഇതിന് മറുപടി പറയാം. ഞാനിതാ ഇപ്പൊ എന്റെ മാരേജ് കഴിഞ്ഞിട്ട് 10 കൊല്ലമായുള്ളൂ. ഞാൻ പെണ്ണ് ചോദിക്കാൻ പോയി അവിടെ പോയപ്പോ ഞാൻ കർഷകനാണ്. പഠനം കഴിച്ചിട്ടുണ്ട്. പഠനം കഴിഞ്ഞ് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഞാൻ കർഷകനാണ്. കൃഷിനെ തവറ വേറെ ഒരു ജോലിക്ക് ഞാൻ പോവില്ല. കല്യാണം കഴിക്കാൻ മനസ്സമ്മതമാണോ? സമ്മതമാണ് എന്ന് പറഞ്ഞ വീട്ടുകാരുടെ സമ്മതം. കാരണം എന്താ വെച്ചാൽ ഇനിയും ഉണ്ട് ആൾക്കാര്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഈ രീതിയിൽ നല്ല രീതിയിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെണ്ണ് കെട്ടുമ്പോൾ മാത്രം കൃഷിക്കാരനായി വന്നു നിന്നിട്ട് കാര്യമില്ല. മറ്റു സമയത്തും കൃഷിയുമായിട്ടുള്ള അടുപ്പമാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം നല്ല രീതിയിലുള്ള കർഷകനാണെന്നുള്ള കാര്യം അറിയാം. അപ്പൊ ആ സമയത്ത് കാര്യം നല്ല രീതിയിൽ നടക്കും. അല്ലാതെ ചുമ്മാ ഇരുന്നിട്ട് ഞാൻ കർഷകനാണെന്ന് പറഞ്ഞ എന്റെ വീട്ടില് അച്ഛന്റെ അമ്മയുടെ പറമ്പ് ഒരു 10 സെന്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും കൃഷിയുണ്ട്. വേറെ കാര്യമാണ്. പണി വേറെയായിരിക്കും. യഥാർത്ഥ കർഷകനെ സുഖമായി കിട്ടും. കർഷകന് പെണ്ണ് കിട്ടൂലെന്നും വേറെ കൃഷിയാ. കാരണം നല്ല ഭക്ഷണം, നല്ല ഭക്ഷണം, നല്ല വായു. ശുദ്ധജലത്തിന്റെ ഉപയോഗം അനുദിനം വർദ്ധിച്ചു വരികയാണ്. അതനുസരിച്ച് ശുദ്ധജലം ഇവിടെ കിട്ടുന്നില്ല. ഇപ്പം എല്ലാവരും പറഞ്ഞു കൃഷിയുടെ കാര്യം. കൃഷി കൂടുതൽ വർദ്ധിച്ചു വന്നാൽ മാത്രമേ ശുദ്ധജലം കൂടുതലുണ്ടാവുള്ളൂ. ഇത് മലിനപ്പെടുന്ന അവസ്ഥയാണ്. ഇപ്പം എവിടെ ഒരു തടാകം ഉണ്ടോ അതിനോട് ചേർന്നൊരു ഫ്ലാറ്റ് വരും. ആ രീതിയിലുള്ള ഇതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ആറുകൾ സംരക്ഷിക്കപ്പെടണം. ആറുകളുടെ എല്ലാം മലിനമാകപ്പെടുന്ന അവസ്ഥയാണ്. അതിലേക്ക് ഒഴുകുന്ന കൈവഴികൾ, തോടുകൾ എല്ലാം മലിനപ്പെടുന്ന അവസ്ഥയാണ്. ഏത് ഹോട്ടലുകളും സ്ഥിതി ചെയ്യുന്ന ഒരു തോടിനോട് ചേർന്നാണ്. എവിടെ ഒരു സ്റ്റാർ ഹോട്ടലുണ്ടോ അതിനോട് ചേർന്ന് തോടുണ്ട്. അതാണ് സ്ഥിതി. അതിന് അടിയന്തരമായ നിയമം വേണം. ആ നിയമം വന്നാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. ഒരു കാര്യം, ഇപ്പൊ മരം വെട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു കോറിക്ക് അനുമതി കൊടുത്താൽ എത്ര ഏക്കർ വനം നശിക്കും എന്ന് പറയാം. എത്ര മരം വെട്ടും? കേരളത്തില് നിയമവിരുദ്ധമായി 16,000 കോറികളാണ് പ്രവർത്തിക്കുന്നത്. നിയമപരമായി പ്രവർത്തിക്കാൻ ആകെ 240 കോറികൾക്ക് മാത്രമേ പെർമിഷൻ ഉള്ളൂ. 16,000 കോറികൾ പ്രവർത്തിക്കുക.
എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണാധികാരികളുടെ ഒത്താശയോട് കൂടിയിട്ടാണ് ഇത് നടക്കുന്നത്. അവരെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദചാമി സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയും പോലെയാണ് ഇവിടെ മുഖ്യമന്ത്രി പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ തരം ഭരണാധികാരികളാണ് ആ തരം ഭരണാധികാരികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അല്ല, ഭരണാധികാരികളുടെ നിലപാട് അതാണ് പരിസ്ഥിതിയെ സംബന്ധിച്ച്. പിന്നെ എങ്ങനെ കേരളത്തിന് പരിസ്ഥിതി സംരക്ഷിക്കും? നമ്മളെ കുടിവെള്ള ക്ഷാമത്തെ കുറിച്ചാണ് പറയുന്നത്. വിജയനാണെങ്കിലും അല്ല, മുഖ്യമന്ത്രിയും അത് തന്നെയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആണെങ്കിലും ആഗ്രഹമുള്ള ആളുകളാണ്. അതായത് നല്ല രീതിയിൽ ഈ കേരളം അവരുടെ ഭരണം കൊണ്ട് വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവരല്ലേ അവര്. ഒരിക്കലും വിചാരിക്കരുത് അവർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് കിടക്കണം. എനിക്ക് പറയാനുള്ളത്, നമ്മളിവിടെ ലഭിക്കാതിരിക്കുന്ന കുടിവെള്ളത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മഴയായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പെയ്യുന്ന വെള്ളം അത് സമുദ്രത്തിലേക്ക് പെട്ടെന്ന് ഒഴുകി പോകുന്നു. ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ലഭിച്ച വെള്ളം അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ അടുത്ത് മൂവാറ്റുപുഴയാറുണ്ട്. ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ ഈ സ്രോതസ്സിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതി പോലുള്ള വൻകിട പദ്ധതികൾ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ കുപ്പിവെള്ളം വിതരണം ചെയ്യുന്ന ഈ കുപ്പികൾ ഏറെയും ഈ മൂവാറ്റുപുഴയാറിൽ വന്നുവിടുന്നത്. അതുപോലെ തന്നെ അറവ് മാലിന്യങ്ങൾ, അതുപോലെ തന്നെ വീടുകളിൽ നിന്ന് ഓരോ പാക്കറ്റുകളിൽ ശേഖരിക്കുന്നതെല്ലാം ഈ 10 ലക്ഷത്തോളം പേര് ആശ്രയിക്കുന്ന ഈ സ്രോതസ്സിലേക്കാണ് വന്ന് ചേരുന്നത്. ഇതൊക്കെ നമ്മളെ ശ്രദ്ധയിൽ, അല്ലെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഈ ഷോ പോലുള്ള ഉപയോഗിക്കുന്ന ഫീൽഡ് ഉണ്ട്. ഇതെല്ലാം അതൊരു സന്ദേശം കൂടി ആയിരിക്കണമെന്നാണ് എനിക്ക് പറയാം. മനുഷ്യൻ കൺസ്യൂം ചെയ്യുന്ന വെള്ളത്തിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫീൽഡാണ് കൺസ്ട്രക്ഷൻ ഫീൽഡ്. സാധാരണ മനുഷ്യൻ കുടിക്കുന്ന വെള്ളത്തിനേക്കാൾ ഒരുപാട് 10 മടങ്ങ് ഉപയോഗിക്കുന്ന ഫീൽഡാണ് ഈ കൺസ്ട്രക്ഷൻ. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് പോർട്ടബിൾ വാട്ടർ, അതായത് കുടിക്കാൻ പറ്റുന്ന വെള്ളം മാത്രമാണ് ഈ സിമെൻറ്റിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടോട്ടൽ അതിൻ്റെ വോളിയം നോക്കുകയാണെങ്കിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മെയിൻ ഒരു ബിസിനസ് വരുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. വേറെ ഏതൊക്കെ ബിസിനസ്സിനേക്കാൾ ടേൺ ഓവർ കൂടുതലുള്ള ഒരു ബിസിനസ്സാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡ്. ഇതിനകത്ത് സിമെൻറ്റ് ഉപയോഗിക്കുമ്പോൾ ആ സിമെൻറ്റ് വർക്ക് ചെയ്യുന്നത് മുഴുവൻ ഈ വെള്ളത്തിൻ്റെ ചേർന്നിട്ടാണ്. അപ്പോൾ ഈ സിമെൻറ്റ് ഉപയോഗിക്കുന്നതും സിമെൻറ്റിൻ്റെ ക്യൂറിങ് ടൈമിൽ ഉപയോഗിക്കുന്ന വെള്ളം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരുപാട് വളരെ ഒരു ക്വാണ്ടിറ്റി നമ്മൾ വെള്ളം ഈ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ശാസ്ത്രീയമായുള്ള രീതിയിൽ ക്യൂറിങ് മെത്തേഡിൽ തന്നെ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഒരുപാട് ജലം നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടല്ലോ, നമ്മുടെ പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ കുപ്പി, ഈ കുപ്പി കുടിവെള്ളത്തിന് വളരെ പ്രോത്സാഹനം കൊടുത്തേക്കാണ് നമ്മുടെ കേരളത്തിൽ. കാരണം ശരിക്കും പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിൽ കടൽ വെള്ളം ശുദ്ധീകരിച്ചാണ് അവർ കുടിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മഴവെള്ളവും കാര്യങ്ങളെല്ലാം സംഭരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൾഫിലേക്ക് വേണമെങ്കിൽ ഇത് എക്സ്പോർട്ട് ചെയ്യാം ശുദ്ധജലം. പക്ഷേ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മളും ഈ വിദേശികളുടെ സംസ്കാരം കുപ്പിക്കുടിവെള്ളം, ഈ കുപ്പിക്കുടിവെള്ളത്തിന് 20 രൂപ കൊടുത്ത് മേടിക്കുമ്പോൾ അത് കുടിച്ചാൽ ഉടനെ വീണ്ടും ദാഹിക്കണം. അതിലെന്തോ അത് പെട്ടെന്ന് ഈ കുപ്പിക്കുടിവെള്ളം ഞാൻ ഒരു കുപ്പി കഴിച്ചിട്ട് വീണ്ടും മേടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്തോ ശരിക്കും കുപ്പിക്കുടിവെള്ളത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മലയാളികൾ വരെ പറയാൻ പറ്റുന്നില്ല. അതിലൊക്കെ വലിയ തന്ത്രങ്ങളൊക്കെ കാരണം എന്താ അറിയോ, ചില പ്രത്യേകതരം പേസ്റ്റ് ഇട്ട് പല്ല് തേച്ചാല് പിന്നെ ആ പേസ്റ്റ് തന്നെ ഉപയോഗിക്കാനുള്ള വെള്ളം കുടിച്ചാല് വീണ്ടും ദാഹിക്കുമെന്ന് മാത്രമല്ല കൂടുതൽ മൂത്രമൊഴിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഇവിടെ എല്ലാവരും കുപ്പിവെള്ളത്തെ കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് കണക്കുകൾ ഉദ്ധരിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മദ്യപാനികളുള്ളത് നമ്മുടെ സംസ്ഥാനത്താണ്. കഴിഞ്ഞ ദിവസം തന്നെ വെള്ളം കുടിയന്മാര്. അപ്പൊ അവരുടേതായ ചില കാര്യങ്ങളൊക്കെ അവരിപ്പോ ഏത് രീതിയിലുള്ള വെള്ളം കുടിച്ചാലും ആർക്കും ഒരു പരാതികളില്ല, അവരെ സംബന്ധിച്ച ഒരു പ്രശ്നങ്ങളുമില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ ബാറുകളൊക്കെ അടച്ചു, അതേപോലെ തന്നെ സുപ്രീം കോടതിയുടെ സുപ്രധാനമായി വിധി വന്നിരിക്കുന്നു. പക്ഷെ അതിനെ സംബന്ധിച്ചൊക്കെ ഇവിടെ പല രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോഴൊക്കെ ഈ കുടിവെള്ളത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഈ മദ്യപാനികളുടെ ഈ തേരോട്ടത്തെക്കുറിച്ചൊക്കെ ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചില വ്യക്തികൾ സൂചിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ പെരുവന്താനൻ സാറും അതുപോലെ സീതാരാമൻ സാറും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മളെല്ലാവരും ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥന്മാരെയും ഒന്നടങ്കം അടച്ചാക്ഷേപിച്ചു. പക്ഷെ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ എറണാകുളം ജില്ലാ കളക്ടർ അദ്ദേഹം ഒരു പദ്ധതി, സ്വപ്ന പദ്ധതി കൊണ്ടുവന്നതാണ് എൻ്റെ കുളം എന്ന് പറഞ്ഞ പദ്ധതി. അതിനെക്കുറിച്ച്
അദ്ദേഹം ആ രംഗത്ത് സജീവമായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന് കൂടെ നിന്ന് ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്താൽ വരും കാലഘട്ടങ്ങളിൽ അത്തരമുള്ള ഉദ്യോഗസ്ഥന്മാരെയും അല്ലെങ്കിൽ ജനപ്രതിനിധികൾ എല്ലാവരും, ഇപ്പൊ പെരുവന്താനം സാറും സീതാരാമൻ സാറൊക്കെ പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഇതിനു വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്ന പല വ്യക്തികളുമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പെരുവന്താനം സാറും സീതാരാമൻ സാറും നമ്മുടെ എറണാകുളം ജില്ലാ കളക്ടർ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചാൽ കൊള്ളാമായിരുന്നു. സാറേ, ഈ എറണാകുളം ജില്ലാ കളക്ടർ ചെയ്ത നല്ല പരിപാടിയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആ സമയത്ത് കുന്നത്താട് മേഖലയിൽ നിന്ന് കുന്നുകളും മുഴുവൻ ഇടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. അതിനകത്തോ ചെയ്യാനുള്ള മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുളം വൃത്തിയാക്കിയിട്ടുള്ള ഗുണമുണ്ടോ? വേണ്ടിയിട്ട് പോയിരുന്ന ഒരാളായിരുന്നു ഞാൻ. റെഡ്ക്രോസിന്റെ നേതൃത്വത്തിൽ അവർ കുളത്തിൽ ഇറങ്ങുന്നവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ അവരെ ശുശ്രൂഷിക്കുന്ന ഒരു ദൗത്യം കൂടി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കുളങ്ങൾ നന്നാക്കുന്ന ആവശ്യത്തിലേക്ക്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ പല സ്ഥലം ഇപ്പൊ വെള്ളം കുടിവെള്ളം ഇഷ്ടംമാരെ പമ്പ് ചെയ്യുന്നുണ്ട്. അല്ല, അന്ന് പമ്പ് ചെയ്ത വെള്ളം തന്നെയാണ് ഇന്നും പമ്പ് ചെയ്യുന്നത്. ഫ്ലാറ്റ് വന്നതിന് ശേഷം ആകെ പറയൂ, അങ്ങയുടെ കുളത്തിൽ മാത്രം നിൽക്കാതെ കുളത്തിൽ നിന്ന് കരകയറും, കുളത്തിന്ന് പുറത്തു വരൂ. നാട്ടിൽ കിട്ടിയിരുന്ന വെള്ളം ഇന്ന് കിട്ടാതെ. മദ്യപാന്മാരുടെ കാര്യം പറഞ്ഞു. ഞാൻ മദ്യപിക്കില്ല, പക്ഷെ അവർക്ക് ധാരാളമായിട്ട് വെള്ളം കൊടുക്കണം, ഇല്ലെങ്കിൽ ഡ്രൈ അടിച്ച് പെട്ടെന്ന് തീർന്നു പോകും. എല്ലാ ജില്ലകളിലും ഇതേപോലെ കുളങ്ങൾ സംരക്ഷിക്കാനും മറ്റ് അതിന്റെ പുഴകളും തോടുകളും സംരക്ഷിക്കാനുള്ള പ്രത്യേക നിയമ നിർമ്മാണം നടത്തിയാൽ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാവൂ. ജല ദൗർലഭ്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ജലചൂഷണം അല്ലെങ്കിൽ ജലത്തിന്റെ ദുർവിനിയോഗത്തെ കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന RO സിസ്റ്റമുള്ള ഫിൽട്ടർ, അതൊരു 10 ലിറ്റർ ഫിൽട്ടർ ചെയ്യുമ്പോൾ ഒരു 4 ലിറ്ററെങ്കിലും വെള്ളം നമ്മൾ പുറത്തോട്ട് കളയാണ് ചെയ്യുന്നത്. അത്തരം ഫിൽട്ടറുകൾ അല്ലല്ല, ഒരിക്കലും അല്ല. കാരണം സാധാരണഗതിയിൽ നമ്മൾ ഈ ഷേവ് ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ ടാപ്പിങ് തുറന്നു വിട്ടിട്ട് വെള്ളം തുറന്നു വിട്ടിട്ടാണ് ചെയ്യുന്നത്. അല്ലെ RO സിസ്റ്റം പോലുള്ള ഞാൻ നോക്കിയതാ. RO സിസ്റ്റം പോലുള്ള ഫിൽട്ടറുകൾ നിരോധിക്കാനുള്ള സംവിധാനം കൂടി ഗവൺമെന്റ് ഭാഗത്തുണ്ടാകണമെങ്കിൽ ഫിൽട്ടർ എവിടെയാണ് ഉപയോഗിക്കുന്നത്? സീ വാട്ടർ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. വീടുകളിൽ RO വാട്ടർ ഉപയോഗിക്കേണ്ട കാര്യമില്ല സർ, ഉപയോഗിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവരുടെ മാർക്കറ്റിംഗ് തന്ത്രത്തിലെ പല വീട്ടുകാരും RO ഉപയോഗിക്കുന്നത് ഷിപ്പിലല്ലാതെ സീ വാട്ടർ പ്യൂരിഫൈ അല്ലാതെ RO ഉപയോഗിക്കേണ്ട കാര്യമില്ല. സർ, ഈ ഗ്രീൻ വാലി വെള്ളം വിതരണം നടത്തുന്നുണ്ട്. പക്ഷേ ആ ഗ്രീൻ വാലി എടുക്കുന്ന വെള്ളത്തെ കുറിച്ചൊന്ന് സാറൊന്നും പരിശോധിക്കും. ഞാൻ അടുത്തുള്ള ആളാ. അവിടെ ഒരു വലിയ ചെറയുണ്ട്. ആ ചെറയിലുള്ള മാലിന്യങ്ങൾ എത്ര വലുതാണെന്നതിനെ കുറിച്ച് അത് നിങ്ങൾ മാത്രം പറയല്ലേ, ഞങ്ങൾ പറയട്ടെ. അത് പറയട്ടെ. ഈ ഗ്രീൻ വാലിയിൽ ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ സാർ അതന്നെ ഈ ഗ്രീൻ വാലിയുടെ ചേട്ടാ ഇരിക്കും ചേട്ടാ, മലയാളി ഇത്ര ആവേശം. ഈ ഗ്രീൻ വാലിയോട് തൊട്ടു ചേർന്ന ഫ്ലാറ്റുകളാ. ഫ്ലാറ്റുകളിൽ നിന്ന് വരുന്ന വിഷവും വരെ അതിനകത്ത് മാലിന്യങ്ങളൊക്കെ എത്തിച്ചേരുന്നത് ഈ ചെറയിലാണ്. പിന്നെ വാട്ടർ അതോറിറ്റി ഒരു സെക്കൻഡ് എല്ലാം കൂടെ അടച്ചു അടിക്കണ്ട. ഒരു സെക്കൻഡ് മറുപടി കേൾക്കുക. ഏതെങ്കിലും പബ്ലിക് സോഴ്സിൽ നിന്ന് ഒരു സ്വകാര്യ വ്യക്തിക്ക് വെള്ളം എടുക്കാൻ പറ്റുമോ? അതിന് ഏതെങ്കിലും സർക്കാർ അനുവദിക്കില്ല. അത് വെൽ വാട്ടർ ആണ്. നിങ്ങൾ വിട്ടിത്തരം പറയല്ലേ? അവിടെ ഒരു ചെറ ഉണ്ടെന്ന് വിചാരിച്ചു അതിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റും? വിട്ടിത്തരം പറയരുത് സമൂഹത്തിൽ. വ്യക്തിപരമായ കാര്യമല്ല. അവിടെ ഇന്ദ്രാഞ്ചിറയിൽ വരുന്ന വെള്ളം, കനാലിൽ കൂടി വരുന്ന വെള്ളം ഇന്ദ്രാഞ്ചിറ നിറയുമ്പോൾ ഈ സഹോദരൻ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഒരു ചെറയോ തോടോ ഉണ്ടെങ്കിൽ അതിന് തൊട്ട് ചേർന്ന് തന്നെ ഇതേപോലെ ജലചൂഷണം നടന്ന ഒരു കമ്പനി ഉണ്ടാവും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗ്രീൻ വാലി. ഗ്രീൻ വാലി അങ്ങനെ വെള്ളം എടുക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഇല്ല, അതല്ല, ഇത് ഇവരുടെ തെറ്റിദ്ധാരണയാണ്. ഇത്രയും പേര് നേരെ പ്ലാന്റിൽ പോവാ. നിങ്ങളൊരു കാര്യം നിങ്ങളുടെ ചെലവ് ഇതേ കേൾക്കും. നിങ്ങൾ ഇദ്ദേഹത്തിനോട് ഭൂമിയിൽ എവിടെ വെള്ളം എടുത്താലും പ്രകൃതിയുടെ മൊത്തമാണ്. ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് നിങ്ങളൊന്ന് കൊടുക്കൂ. ഗ്രീൻ വാലി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഈ ഇന്ദിരാഞ്ചിറയുടെ സൈഡിൽ ഒരു കിണറുകളുണ്ട്. ഈ ചെറയോട് ചേർന്ന് കിണർ താഴ്ത്തിയിട്ടുണ്ട്. ആ കിണറ്റിലെ വെള്ളമാണ് നിങ്ങൾ വെൽ വാട്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിന്റെ എത്ര സമീപത്താണ് ആ കിണറുള്ളത്? തൊട്ട് സമീപത്ത്. നിങ്ങൾ
ഇപ്പൊ തന്നെ നമുക്ക് പോവാം. ഒരു റോഡുണ്ട്, ഒരു ചെറിയ റോഡ്. ആയിക്കോട്ടെ. ആ റോഡിനോട് ചേർന്നാണ് ഇവരുടെ കിണർ, മതിലുണ്ട്. അല്ല. ആ മതിലിനോട് ചേർന്നാണ് അതെല്ലാം കിണർ. തെറ്റിദ്ധാരണയാണ്. എനിക്കറിയാം. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ പരാതിയുള്ളവര് ഇദ്ദേഹത്തിന്റെ കൂടെ അയക്കാം, നമുക്ക് നോക്കാം. ഒന്ന് ബുദ്ധിമുട്ടു. അവിടെ ഒരു കാര്യമില്ല. ഇവര് കൊടുക്കുന്ന കിമ്പിളും ഇവരുടെ സഹോദര ഞാൻ ചോദിക്കട്ടെ, ഒരു 3 മണിക്കൂർ സ്പെയർ ചെയ്യാമോ? 3 മണിക്കൂർ നമുക്ക് ക്യാമറ ഞാൻ അയക്കാം. ഇവരുടെ പോയിട്ട് വരൂ, ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാം. പിന്നെ വെറുതെ വാചകം അടിക്കുന്നെങ്കിൽ പ്രവൃത്തി കാണിക്കണം. പറ്റുമോ? നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോ നിങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാം. പിന്നെ വാചകം അടിക്കരുത്. രണ്ടും കൂടെ ചെയ്താൽ ശരിയാവത്തില്ല. അങ്ങ് ഇനിയിപ്പോ സമയ പ്രശ്നം. പെട്ടെന്ന് ഞാൻ പറയാം. എനിക്കത് ഒറ്റ വാചകത്തിൽ പറയാം. നമുക്ക് നാമേ പനിപത് നാഗൻ നരകവും അതുപോലെ. പഴയ ഒരു കവിതയല്ലേ, ഉള്ളൂരിന്റെ കവിത. നമ്മൾ തന്നെ സമൂഹത്തിന് മാറ്റം വരണം. നീ ഇരിക്കുന്ന നമ്മൾ സഹിതം, നമ്മളെല്ലാവരും സഹിതം സമൂഹത്തിന് മാറാതെ ഈ പറയുന്ന ജനചൂഷണവും മോശാക്കലും എല്ലാം. ഇന്നിപ്പോ പ്രശ്നം എന്തറിയോ? ഇന്നിപ്പോ ഉള്ളൂരെന്ന് ചോദിച്ച ആളൂർ അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് പറയും. അത് ആ കാലം മാറിപ്പോയി. പറയും. എത്രയും വേഗം കടൽവെള്ളം ശുദ്ധീകരിക്കാനുള്ള ഒരു നടപടി 2 ഇന്ത്യൻ സ്റ്റുഡൻസ് ചെയ്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അത് എത്രയും വേഗം കടൽവെള്ളം ശുദ്ധീകരിക്കാൻ 2 സ്റ്റുഡൻസ് ഇവിടെ നടപടി ഉണ്ടായിരുന്നു. അത് എത്രയും വേഗം നടപ്പിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അവരെ കടൽവെള്ളം ശുദ്ധീകരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. കടൽവെള്ളം ശുദ്ധീകരിച്ചെടുക്കൽ കേരളത്തെ സംബന്ധിച്ച് അത്രയും കടൽവെള്ളം ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. കേരളത്തെ സംബന്ധിച്ച് നമ്മൾ എന്തോരം വെള്ളം ഇവിടെ പാഴാക്കി കളയുന്നത്, എന്തോരം പൈപ്പിലാണ് പൊട്ടിക്കിടക്കുന്നത്, എന്തോരം വെള്ളം പാഴായി പോകുന്നു. അതിനെപ്പറ്റി ആർക്കും സങ്കടമുണ്ടോ? അതിന് നിവാരണമുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് നമുക്കും മഹാനത്തമുണ്ട് ഈ കാര്യത്തിൽ. അതുകൊണ്ട് നമ്മളും ഇതിന് പരിഹാരം കാണാൻ നാച്ചുറലായിട്ടുള്ള വെള്ളം നദികളിലും പുഴകളിലും മഴവെള്ളമൊക്കെ സംരക്ഷിക്കാതെ നമ്മൾ ഈ കടൽ വെള്ളം, കേരളത്തിൽ കടൽ വെള്ളം ശുദ്ധീകരിച്ചെടുക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്ര എക്സ്പെൻസീവും അത് ശരിക്കും പറഞ്ഞ ക്വാളിറ്റി മോശം. ഞങ്ങൾ അതിനോട് ഞങ്ങൾ യോജിക്കില്ല. വൈപ്പിൻ കടൽ അടുത്താണ് പറയില്ല. കാരണം വൈപ്പിൻകരക്കാർക്ക് ബുദ്ധിയുണ്ട്. വൈപ്പിൻകരക്കാർ പറയില്ല ശുദ്ധീകരിച്ച വെള്ളം വേണ്ട, പെരിയാറിലെ വെള്ളം, നല്ല വെള്ളം ഞങ്ങൾക്ക് വേണ്ടത്. 44 നദികൾ കേരളത്തിൽ ഒഴുകുന്നുണ്ട്. കിഴക്കോട്ടും പടിഞ്ഞാറും ആ നദികളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒന്നായി നിന്നുകൊണ്ട് ഓരോരുത്തർ ഒരു വ്യക്തിയാണ് ഒരു സമൂഹം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ കേരള സംസ്ഥാനത്തെ സംരക്ഷിക്കുവാനുള്ള നടപടികളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. പലരെ കുറ്റം ചാരിക്കൊണ്ട് നമ്മൾ ഒന്നും നേടാനില്ല. നമുക്ക് സമൂഹത്തിൽ ഒന്നായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. നമുക്കുള്ളതിനെ നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കുക. ഇല്ലാത്തതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നതിലും നല്ലത് യാഥാർത്ഥ്യത്തെ കണ്ടറിയുകയാണ്. ഇത്രയും എനിക്ക് ഞാൻ അവസാനിപ്പിക്കും മുമ്പ് മാം, എനിക്ക് ഇതിനകത്ത് ഏറ്റവും നല്ലൊരു കർഷക നിതയമാണെന്ന് മനസ്സിലായി. ഒരു സെക്കൻഡ് ഇനി സമയമില്ല. അപ്പോൾ താങ്കൾ ഒരു കർഷകൻ എന്നുള്ള താങ്കളുടെ മനസ്സിലെ ആദ്യം എനിക്ക് മനസ്സിലാവും. കാരണം ഇനി വരും മാസങ്ങളിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന കടുത്ത വേനലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അതായത് ഇത്തവണത്തെ ഞാനൊരു കർഷകൻ എന്നുള്ള രീതിയിൽ പറയണം, മകരമാസത്തിൽ നല്ല കാറ്റടിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഭാഗത്തുള്ള വിഷയം എന്താണെന്ന് അറിയില്ല. നമ്മുടെ പാലക്കാടൻ മേഖലയിൽ മകരമാസത്തിൽ നല്ല കാറ്റ് വീശിയിട്ടുണ്ട്. ഇടമഴ എന്തായാലും നമുക്ക് കിട്ടും. ഇടമഴ ചതിക്കില്ല. കാരണം ഇത്രയും കാറ്റ് വീശി കഴിഞ്ഞാൽ ഇടമഴ കിട്ടും. അതുകൊണ്ട് നമുക്ക് കൂടുതൽ മഴ, അത് കാരണം ഇപ്പോൾ നമുക്ക് വേനൽ ചൂടൊന്നുമില്ല, വരൾച്ചൊന്നുമില്ല, ഇടമഴ നമുക്ക് ലഭിക്കും. ആ ഒരു മറ്റേ നമുക്ക് ആ ഒരു ഇതാണ് മുന്നോടിയായിട്ടാണ് നമുക്ക് കിട്ടിയ ഒരു വിവരമാണ് ഈ കാറ്റ്. അത്ര നല്ല കാറ്റടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇടമഴ കിട്ടും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അതായത് കൃഷി, മനുഷ്യൻ്റെ സംസ്കാരം ഉടലെടുത്തത് കൃഷിയിൽ നിന്നാണ്. ആ കൃഷിയെ പരിപോഷിപ്പിക്കണം, കൃഷി നല്ല രീതിയിൽ നടത്തണം. പക്ഷേ കൃഷിക്ക് ആവശ്യം പറഞ്ഞാൽ ജൈവവളം ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ജൈവ കർഷകൻ പറയുന്ന പോലെ അതിന് പശു വേണം. പശുവിനോടനുബന്ധമായിട്ടേ നമുക്ക് കൃഷി നടത്താൻ പറ്റുള്ളൂ. അല്ലാതെ നെൽകൃഷി മാത്രം, അരി മാത്രം, അതായത് കുട്ടികൾക്ക് അരി മാത്രം കാണിക്കുന്നതാണ് കൃഷി എന്നല്ല. നമുക്ക് പശു വേണം, നെല്ല് വേണം. അതിനോടനുബന്ധമായിട്ടേ മനുഷ്യനെ ജീവിക്കാൻ കഴിയുള്ളൂ. മനുഷ്യൻ മാത്രം ഒറ്റയ്ക്ക് നിന്ന് ജീവിക്കാൻ എവിടെയും കഴിയില്ല. മനുഷ്യൻ ജീവിക്കണമെങ്കിൽ പ്രകൃതി വേണം. പ്രകൃതി വേണമെങ്കിൽ ഇതെല്ലാം നിലനിൽപ്പ് ബാലൻസ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം ഒന്നുമില്ലാതെ മനുഷ്യനെ തനിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഒറ്റ വാചകത്തെ അങ്ങ് തീർക്കണം. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ജലം അമൂല്യമാണ്. അതിനെ ഒരിക്കലും പാഴാക്കരുത്, ദുരുപയോഗം ചെയ്യരുത്. വളരെ ജുഡീഷ്യസ് ആയിട്ട് വെള്ളം ഉപയോഗിക്കണം. ലോക്കൽ ബോഡികളും അതോറിറ്റികളും എല്ലാം വേണ്ടി വന്നാൽ ജലക്ഷാമം അടുത്ത മാസങ്ങളിൽ വരികയാണെങ്കിൽ റീസൈക്ലിംഗ് പോലെയുള്ള
ചില വിദ്യകൾ കൂടെ പ്രയോഗിച്ച് ജലക്ഷാമത്തെ നേരിടാനായിട്ട് നാം തയ്യാറാകണം. മലയാളി സ്വപ്നം കാണുന്ന ഈ മണ്ണിൽ ഇങ്ങനെയൊരു സംഭവം വന്നുകൂടാത്തതാണ്. പക്ഷേ കടുത്ത വരൾച്ചയിലേക്ക് മുഖം കുത്തി വീഴാൻ പോകുന്ന ഒരു നാടിൻ്റെ രോദനമായി നിങ്ങളിതിനെ കാണുക. നിങ്ങൾക്കിതിൽ പറയാവുന്ന പല കാര്യങ്ങളോട് വിയോജിപ്പുണ്ടാകും. എന്നാൽ ഇതിൽ പറഞ്ഞ ചില നല്ല കാര്യങ്ങളുണ്ട് നമുക്ക് ജീവിതത്തിൽ നടപ്പാക്കാൻ പറ്റുന്നത്. ശ്രമിച്ചു നോക്കുക. മറ്റു വിശേഷവുമായി ഇനി അടുത്ത ശനിയാഴ്ച ഇതേ സമയം. ഗുഡ് ബൈ.